ത്രിയേക ദൈവത്തിന് സ്തുതി. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ഈ ഹൈറേഞ്ച് മേഖലയിലെ സന്നദ്ധ സുവിശേഷ സംഘത്തിലെ പ്രസിഡന്റ് കൂടിയും അണക്കര ഇടവ വികാരിയും കൂടി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ ബി തോമസ് അച്ഛൻ, കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമുക്ക് മുഖ്യ സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട ജോൺ ജി വർഗീസ് അച്ഛൻ, ഹൈറേഞ്ച് മേഖലയിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ, പ്രിയപ്പെട്ട സുവിശേഷകർ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, കർത്താവിൽ പ്രിയരെ, ഈ വർഷത്തെ ഹൈറേഞ്ച് മേഖല കൺവെൻഷനിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ചില വർഷങ്ങളായി പ്രകാരം ഒരു മേഖലാ സമ്മേളനം വളരെ ക്രമീകൃതമായി നടന്നു വരുന്നു എന്നറിയുന്നതിലും കാണുന്നതിലും ഞാൻ സന്തോഷിക്കുകയും അതിലൊക്കെ താല്പര്യപൂർവ്വം നേതൃത്വം കൊടുക്കുന്നവരെയും പങ്കെടുക്കുന്നവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. സഭയെ സംബന്ധിച്ചിടത്തോളം ഈ നാളുകളിലൊക്കെ കൺവെൻഷൻ്റെ ഒരു കാലയളവാണ്. ഇടവക തലത്തിൽ കൺവെൻഷനുകളുണ്ട്, സെൻറ്റർ തലത്തിൽ കൺവെൻഷനുകളുണ്ട്, മേഖലാ തലത്തിൽ കൺവെൻഷനുകൾ നമ്മൾ നടത്തുന്നു, ഭദ്രാസനമായി കൺവെൻഷൻ നടത്തുന്നു. അതിന് പുറമെയാണ് ഇതിൻ്റെ എല്ലാം പരിസമാപ്തി പോലെ ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ മാരാമൺ കൺവെൻഷനുള്ളത്. അതുകൊണ്ട് കൺവെൻഷൻ ഇതിൻ്റെ ഒരു ക്രമീകരണം എന്തിനു വേണ്ടി എന്ന് നാം ചോദിച്ചാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം കാലഘട്ടത്തിനനുസൃതമായി വ്യാഖ്യാനിച്ച് നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആ ദൈവത്തിൻ്റെ വചനം കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവും എന്ന് നാം പറയുമ്പോൾ, നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ എങ്ങനെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാം എന്നുള്ളത് ദൈവദാസന്മാരിലൂടെ ദൈവവചനത്തിൻ്റെ പ്രഘോഷണത്തിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് ആ വിധത്തിൽ വചനത്തിൻ്റെ പ്രഘോഷണം അർത്ഥവത്തായ ക്രിസ്തീയ സാക്ഷ്യത്തിന് എന്നും ആവശ്യമാണ്. ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ഭദ്രാസനത്തിലും നമ്മുടെ വിവിധ സെൻറ്ററുകളിൽ ഭദ്രാസന കൺവെൻഷൻ നടക്കുന്നതാണ്. 2 ആഴ്ച മുമ്പ് എറണാകുളം സെൻറ്ററിലുള്ള നമ്മളുടെ 10-18 ഇടവകൾ ചേർന്ന് എറണാകുളത്ത് സെൻറ്റർ കൺവെൻഷൻ നടക്കുകയുണ്ടായി. മറ്റോരോ മേഖലയിലും, മല്ലപ്പള്ളി മേഖലയിലാകാം, പുതുപ്പള്ളി സെൻറ്റർ കൺവെൻഷനാകാം, നമുക്ക് കോട്ടയത്തുള്ള കൺവെൻഷനാകാം, ഇങ്ങനെ ഓരോ സെൻറ്ററുകളിലും കൺവെൻഷൻ മാറി മാറി നടന്നു വരുന്നു. ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ജനുവരി 2-ാം ആഴ്ചയിലാണ് നമ്മുടെ ഈ കൺവെൻഷനുടെ എല്ലാം പരിസമാപ്തി. നമ്മുടെ കോട്ടയത്തുള്ള സെമിനാരി സ്കൂൾ ക്യാമ്പസിൽ വെച്ച് എല്ലാ വർഷവും നമ്മുടെ ഭദ്രാസനത്തിലെ എല്ലാ ഇടവകളെ ഏകോപിച്ചിട്ടുള്ള കൺവെൻഷനാണ് ഭദ്രാസന കൺവെൻഷൻ. അതുകൊണ്ട് ഈ ഹൈറേഞ്ച് മേഖല കൺവെൻഷൻ ഇത്ര ഭംഗിയായി നടന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭദ്രാസനത്തിലെ കൺവെൻഷൻ എല്ലാം പൂർത്തിയായെന്ന് വിചാരിക്കരുത്. ഇതൊരു തുടക്കമാണ്. അതുകൊണ്ട് എല്ലാവരെക്കുറിച്ചും ആഗ്രഹിക്കുന്ന ജനുവരി മാസത്തിൽ കോട്ടയത്ത് വെച്ച് നടക്കുന്ന കൺവെൻഷനിൽ ഒരു ദിവസമെങ്കിലും നമ്മളൊക്കെ സംബന്ധിച്ചിരിക്കണം. മാരാമൺ കൺവെൻഷനിൽ നമ്മളൊക്കെ പോവുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്വമാണല്ലോ. എന്ന് പറഞ്ഞതുപോലെ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിലെ ഒരു കൺവെൻഷനാണ്. ഭദ്രാസന കൺവെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഉൾപ്പെടുന്ന ഒരു കൺവെൻഷനാണ് നമുക്ക് കോട്ടയത്ത് വെച്ച് നടക്കുന്നത്. അതിലുമൊക്കെ നിങ്ങൾ താല്പര്യപൂർവ്വം ഒന്ന് സംബന്ധിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഈ കൺവെൻഷൻ ഇത്ര ഭംഗിയായി ക്രമീകരിച്ച് കാണുന്നതിൽ ഈ സെൻറ്ററിലെ സന്നദ്ധ സുവിശേഷ സംഘത്തെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഓരോരോ ഇടവുകളിൽ വെച്ച് കൺവെൻഷൻ യോഗങ്ങൾ നടന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. മത്തായിപ്പാറ പള്ളിയിൽ വെച്ചും അതുപോലെ തന്നെ കൊച്ചറ പള്ളിയിൽ വെച്ചും കൺവെൻഷൻ യോഗങ്ങൾ നടന്നു. വിശുദ്ധ കുർബാന മാറി മാറി ഓരോ പള്ളിയിൽ വെച്ചാണല്ലോ ഇന്ന് ഇവിടെ വെച്ച് വിശുദ്ധ കുർബാനയും തുടർന്ന് ഈ കൺവെൻഷൻ്റെ സമാപ്തിയുമാണല്ലോ. വളരെ അനുഗ്രഹീതമായിട്ടുള്ള ഈ കൂടിവരവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ വിസ്തൃതമായ ഹൈറേഞ്ച് മേഖല, എന്നാൽ 10-17 ഇടവകളുള്ള നമ്മുടെ ഹൈറേഞ്ച് മേഖല. ദൂരമൊക്കെ യാത്ര ചെയ്ത് വേണം നമ്മുടെ കൺവെൻഷനൊക്കെ വരാൻ. എങ്കിൽ പോലും താല്പര്യപൂർവ്വം നമുക്കിന്ന് വരുവാൻ ദൈവം കാലാവസ്ഥയെ കൂടി അനുകൂലമാക്കി തന്നു. ഇന്നലെ ഇന്നും ദിവസങ്ങളിലൊക്കെ മഴയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും 2 യോഗങ്ങളും നടന്നു. ഇന്നൊരു ബുദ്ധിമുട്ടും കൂടാതെ ഭയപ്പെട്ട് വീട്ടിൽ ഇരുന്നവരങ്ങ് ഇരുന്ന് പോയെന്നാണ്. വെയിൽ കാണപ്പോൾ ഇനി ഇറങ്ങിത്തിരിക്കാനൊക്കെ രാവിലെ അല്പം മൂടാപ്പൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു എന്തിനാണ് കൺവെൻഷന് പോകുന്നതെന്നൊക്കെ വിചാരിച്ചവരുണ്ടാവാം.
എന്നാൽ ധൈര്യമായി മഴ പെയ്യുന്നെങ്കിൽ ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചവരാണ് നിങ്ങളൊക്കെ. നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. താല്പര്യപൂർവ്വം ഇത്രയും പേർ എല്ലാ ഇടവുകളിൽ നിന്നും താല്പര്യപൂർവ്വം വന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരമായ ഗാനങ്ങളൊക്കെ ആലപിക്കുന്ന ഗായകസംഘത്തെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഈ കൺവെൻഷനിലെല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചന കേൾവി നമുക്ക് അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഹൈറേഞ്ച് മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹീതമായിട്ടുള്ളൊരു മേഖലയാണ്. ചിതറിപ്പാർക്കുന്നവരാണെങ്കിൽ പോലും നമുക്ക് ഒരുമിച്ച് കൂടി വരുവാനും കർത്താവിനോടും സഭയോടും ദൈവത്തോടുള്ള നല്ല ബന്ധം നിലനിർത്താൻ ലഭിക്കുന്ന അവസരങ്ങളാണ്. അതുകൊണ്ട് ചിതറിപ്പാർക്കുന്നവരെന്ന നിലയിൽ നമുക്ക് പരിമിതികൾ ധാരാളമുണ്ട്. നമ്മുടെ ഇടവുകളൊക്കെ അംഗസംഖ്യ കൊണ്ട് വളരെ ചെറുതാണ്. പല ഇടവുകളും മറ്റ് നമുക്ക് 800ഉം 1000ഉം വീടുകളുള്ള ഇടവുകൾ മുതൽ 15-20 വീടുകൾ വരെയുള്ള ഇടവുകളാണ് നമ്മുടെ ഭദ്രാസനത്തിലുള്ളത്. റേഞ്ച് മേഖലയിൽ താരതമ്യേന നമ്മുടെ ഇടവുകളുടെയൊക്കെ അംഗങ്ങളുടെയൊക്കെ സംഖ്യ കുറവാണ്. എങ്കിൽ പോലും വളരെ സജീവമായി ഇടവുകളുടെ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നു എന്നുള്ളതിൽ ഞാൻ പ്രത്യേകമായി സന്തോഷിക്കുന്നു. സൺഡേ സ്കൂള്, യുവജനസഖ്യം, സേവ്യാസംഘം, ഇടവ മിഷന്, സീനിയർ സിറ്റിസൺസ് ഫോറം, ഗായക സംഘം, ഇതെല്ലാം സജീവമായിട്ട് നടക്കണം. അപ്പോഴാണ് ഇടവയുടെ പ്രവർത്തനങ്ങൾ സജീവമായി പോകുന്നത്. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ ഒരു 4 വയസ്സ് മുതൽ 17 വയസ്സ് 18 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുഞ്ഞുങ്ങൾ നമ്മളിൽ നിന്ന് ചിതറിപ്പോകുന്നതിന് മുമ്പ് അവർക്ക് കൊടുക്കണം. അതിനാണ് സൺഡേ സ്കൂൾ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. വൃദ്ധനായാലും വിട്ടു മാറുകയില്ല. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ഈ കാലഘട്ടമൊക്കെ ധാരാളം സമ്മർദ്ദങ്ങളുള്ളൊരു കാലഘട്ടത്തിലാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. തെറ്റിപ്പോകാവുന്ന വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ബാല്യകാലത്തിൽ കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കണം. നല്ല ദൈവബോധവും മൂല്യബോധവും ഒക്കെ കൊടുക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് സജീവമായി നമ്മുടെ ഇടവുകളിലെ സൺഡേ സ്കൂളിലൊക്കെ പ്രവർത്തിക്കണമെന്നുള്ള സ്നേഹത്തോടെയൊക്കെ ഓർപ്പിക്കുന്നു. യുവജനസഖ്യം അതുപോലെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഇന്ന് 20-25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് വിദ്യാഭ്യാസമൊക്കെ കഴിയുമ്പോൾ ചിതറിക്കപ്പെട്ടു പോവുകയാണ്. ചിതറിക്കപ്പെട്ടാന്ന് ഞാൻ പറയുമ്പോൾ വിദേശങ്ങളിലേക്കൊക്കെ പോകുന്നതെന്ന് ഞാൻ പറയുന്നത്. ഉയർന്ന വിദ്യാഭ്യാസത്തിനൊക്കെ പോകുന്നു. ധാരാളം കുഞ്ഞുങ്ങളിപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിനും ജോലിക്കും വേണ്ടിയൊക്കെ വിദേശങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. എന്നാൽ അങ്ങനെ പോകുന്നിടത്തൊന്നും എല്ലായിടത്തൊന്നും മാർത്തോമാസഭയുടെ ഇടവുകൾ ഉണ്ടായിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഇടവയൊന്നും കാണുകയില്ല. ആരാധിക്കാൻ സൗകര്യങ്ങളുണ്ടായി എന്ന് വരത്തില്ല. എന്നാൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ അവർക്ക് ഇവിടെ വെച്ച് ലഭിക്കാവുന്ന പരിശീലനമാണ് ഏറ്റവും പ്രധാനം. വിശ്വാസത്തിൽ ആഴമായി ഉറച്ച ഒരു യുവസമൂഹമായിരിക്കണം നമ്മളുടെ. അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ എവിടെ പോയി പാർത്താലും, ജോലി പ്രമാണിച്ചാകട്ടെ, വിദ്യാഭ്യാസം പ്രമാണിച്ചാകട്ടെ, എവിടെ പോയി പാർത്താലും ദൈവത്തോട് കൂടിരിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു യുവവിഭാഗമായിരിക്കണം. നഷ്ടമായി പോകാനിടയാകരുത്. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അവർ നമ്മളിൽ നിന്നൊക്കെ ദൂരെ പോയേ മതിയാകുകയുള്ളൂ. പോകും, എന്നാൽ പോകട്ടെ. എവിടെ പോയാലും ദൈവത്തെ അറിയുന്ന കുഞ്ഞുങ്ങളായി, നല്ല മൂല്യമുള്ള കുഞ്ഞുങ്ങളായിട്ടൊക്കെ അവർ വളരണം. അതിന് യുവജനസഖ്യമൊക്കെ സഹായകരമായി തീരണം. എന്നാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പഠിച്ചിട്ട് വിദേശത്തേക്ക് പോകണമെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇന്ത്യയിലും ഉണ്ടാകണം. നല്ല അധ്യാപകരുണ്ടാകണം, നല്ല ഡോക്ടർമാരുണ്ടാകണം, നല്ല നേഴ്സുമാരുണ്ടാകണം, നല്ല ശാസ്ത്രജ്ഞന്മാരുണ്ടാകണം, നല്ല രാഷ്ട്രീയക്കാരുണ്ടാകണം, നല്ല വക്കീലുമാരുണ്ടാകണം. ഇന്ത്യയിൽ നമ്മുടെ ചെറുപ്പക്കാരെയൊക്കെ വേണം. അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരെ എല്ലാം യുവജനസഖ്യം കഴിഞ്ഞങ്ങ് പറഞ്ഞു വിടണ്ട. ആരെങ്കിലുമൊക്കെ നമ്മുടെ ഗവൺമെൻറ് ജോലിയിലൊക്കെ നമ്മുടെ ചെറുപ്പക്കാരുണ്ടാകണം. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിക്കാൻ അധ്യാപകരുണ്ടാകണം. നമ്മുടെ ആശുപത്രി എന്ന് പറയുമ്പം കേരളത്തിലെ, ഇന്ത്യയിലെ ആശുപത്രിയിൽ നല്ല ഡോക്ടർമാരുണ്ടാകണം. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു ദേശീയ ബോധമൊക്കെ ഉണ്ടാകണം. എല്ലാവരും ഇങ്ങനെ ഓസ്ട്രേലിയയിലും അല്ലെങ്കിൽ US-ലും കാനഡയിലും UK ഒക്കെ പോകാൻ ഒരുങ്ങിയിരിക്കുകയായിരിക്കാം. എങ്കിൽ പോലും ഞാൻ പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു ദേശീയ ബോധം, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങൾ, അങ്ങനെയുള്ള യുവതലമുറയും നമുക്കുണ്ടാകേണ്ടതൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് സംഘടനകളൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കണം. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് ആരംഭിച്ചിരിക്കുന്നതായിട്ട് വയോജന സംഘം, 60 വയസ്സിലെ പ്രായമുള്ളവർക്കൊക്കെ ചിലപ്പോൾ തോന്നിപ്പോകാം ഞങ്ങൾക്കൊരു ഇടമില്ലല്ലോ എന്ന്. എന്നാൽ 60 കഴിഞ്ഞ് ആരോഗ്യമുള്ളവർക്ക് എല്ലാവർക്കും കൂടി വരാവുന്ന സംഘടനയാണ് നമ്മുടെ സീനിയർ സിറ്റിസൺസ് ഫോറം. 60-65 വയസ്സ് കഴിഞ്ഞ് ഇന്ന് 80-85 വയസ്സൊക്കെയുള്ള ആരോഗ്യത്തോടെ ഇരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒരുമിച്ച് കൂടാനുള്ളൊരു വേദിയാണ് വയോജന സംഘം. ഇതൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കണം. അതുകൊണ്ട് എല്ലാ സംഘടനകളും, നമ്മുടെ സഭയുടെ ഒരു പ്രത്യേകത, ഏത് പ്രായക്കാർക്കും ഇടമുണ്ട് മാർത്തോമാ സഭയിൽ. കുഞ്ഞുങ്ങളാണെങ്കിൽ സൺഡേ സ്കൂളുണ്ട്, യുവജനങ്ങളാണെങ്കിൽ യുവജനസഖ്യമുണ്ട്, മധ്യവയസ്കരാണെങ്കിൽ ഇടവ മിഷനുണ്ട്, സ്ത്രീകൾക്ക് സേവ്യാസംഘമുണ്ട്, പ്രായമുള്ളവർക്ക് വയോജന സംഘമുണ്ട്. അതുകൊണ്ട് ഏത് പ്രായത്തിലും കർത്താവിനോടും സഭയോടും ഒക്കെ ചേർന്ന് നിൽക്കാനൊരിടം നമ്മുടെ സഭയിലുണ്ട്.
അതുകൊണ്ട് നമ്മുടെ ഇടപെട്ട അംഗസംഖ്യയൊക്കെ ചെറുതാണെങ്കിലും ഭാരപ്പെടേണ്ട. ഈ പ്രവർത്തനങ്ങളൊക്കെ നന്നായി നടന്നു പോകണം. ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെയൊക്കെ നല്ല നേതൃത്വം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്കിത്രയും അച്ഛന്മാർ ഈ മേഖലയിലൊക്കെ ഉണ്ടല്ലോ. വർഷങ്ങൾക്ക് മുമ്പൊക്കെ കുറച്ച് പരിമിതമായ അച്ഛന്മാരുടെ സംഖ്യയാണെങ്കിൽ ഇപ്പം അച്ഛന്മാരുടെ സംഖ്യയൊക്കെ കൂടി വരികയാണ്. ഓരോ ഇടങ്ങളിലും അച്ഛന്മാരുടെ സേവനം, സുവിശേഷകരുടെ അനുഗ്രഹകരമായിട്ടുള്ള സേവനമൊക്കെ നമുക്ക് ഈ മേഖലയൊക്കെ ലഭിക്കുന്നുണ്ട്. ഈ മേഖലയിൽ നിന്നൊക്കെ നമുക്ക് ചുരുക്കം ചില പട്ടക്കാർ മാത്രമേ ഈ മേഖലയിൽ നിന്ന് സഭാ ശുശ്രൂഷയിലുള്ളൂ. അത് നമുക്കറിയാം. ഓരോ വർഷവും മാർത്തോമാസത്തിലൊക്കെ എത്ര പേരാണ് ചെറുപ്പക്കാർ അച്ഛന്മാരായി തീരുന്നത്. BA കഴിഞ്ഞ്, MA കഴിഞ്ഞ്, MSc കഴിഞ്ഞ്, PhD കഴിഞ്ഞ്, എഞ്ചിനീയറിങ് കഴിഞ്ഞ് ഒക്കെ ധാരാളം ചെറുപ്പക്കാർ. ഈ വർഷം ഏകദേശം 40ഓളം ചെറുപ്പക്കാർ അച്ഛന്മാരാകും. 40ഓളം ചെറുപ്പക്കാർ. ഈ വർഷം പട്ടക്കാരായതിൽ ഏറ്റവും അടുത്ത കാലത്ത് പട്ടക്കാരായ പ്രിയപ്പെട്ട ജബിനച്ചനാണ്. ഈ കഴിഞ്ഞ 2 മാസം മുമ്പാണ് നമുക്ക് ശാഖുവള്ളം ഇടവേട വികാരിയും ഒട്ടോത്തലമയുടെ നമ്മുടെ മാർത്തോമാ മെഡോസിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറുമായി അടുത്ത കാലത്ത് പട്ടം കിട്ടിയ അച്ഛനാണ്. 40ഓളം ചെറുപ്പക്കാരാണ്, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ. നമ്മുടെ ഈ ഹൈറേഞ്ച് മേഖലയിൽ നിന്ന് എടുത്തു നോക്കിയാൽ ഞാൻ മനസ്സിലാക്കുന്നത് 2 സീനിയർ അച്ഛന്മാർ മാത്രമേ ഉള്ളെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അണക്കര ഇടവകയിൽ നിന്ന് PC ജെയിംസ് അച്ഛനും തോമസ് ജോസഫ് അച്ഛനും മാത്രമേ ഇപ്പോൾ നമ്മുടെ മാർത്തോമാസത്തിൽ ശുശ്രൂഷയ്ക്കുള്ളൂ. അവരും പട്ടക്കാരായിട്ട് എനിക്ക് തോന്നുന്നു 10-20 വർഷങ്ങളൊക്കെ ആയിക്കഴിഞ്ഞെന്നായിരിക്കുന്നു തോമസ് ജോസഫ് അച്ഛനും PC ജെയിംസ് അച്ഛനും. എന്തുകൊണ്ട് ഇത്രയും ഇടവേള? സമർത്ഥരായ മക്കൾ നമുക്കില്ലേ? കൊച്ചുമക്കൾ നമുക്കില്ലേ? മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം, കർത്താവേ നിൻ്റെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ മകൻ, എൻ്റെ കൊച്ചുമകൻ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേഗം പോകാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇപ്പോൾ നമുക്ക് 3 പേര് BD സ്റ്റുഡൻസ് ആയിട്ടുണ്ട് എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നമ്മുടെ സിൽജോ, അതുപോലെ തന്നെ ബിബിന് അണക്കര ഇടവകയിൽ നിന്ന്, ഒരിടവകയിൽ നിന്ന് തന്നെ 2 പേര് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. കുമളിയിൽ ഇപ്പോൾ സുവിശേഷനായിട്ട് റിങ്കു തോമസ് ഉണ്ട്. അവർ കല്ലാറിൽ നിന്ന് ജോബിനുണ്ട്. അതൊക്കെ വളരെ സന്തോഷകരമാണ്. എന്നാൽ തുടർന്നുള്ള നാളുകളിലൊക്കെ കൂടുതൽ ചെറുപ്പക്കാരെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് അയക്കാൻ പട്ടത്ത ശുശ്രൂഷയെ മാത്രമല്ല, ഇൻ ഓൾ വോക്സ് ഓഫ് ലൈഫ് നല്ല മൂല്യബോധവും ദൈവബോധവും ഒക്കെ ഉള്ള ചെറുപ്പക്കാരെ തയ്യാറാക്കി വിടുവാൻ ഈ മേഖലയ്ക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഭദ്രാസന പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങൾ കാണിക്കുന്ന താല്പര്യം വളരെ ശ്ലാഘനീയമാണ്. വിസ്തൃതമായൊരു ഭദ്രാസനമാണ് കോട്ടയം കൊച്ചി ഭദ്രാസനം. 120 ഇടവകളുണ്ട്. ഏതാണ്ട് 5 മണിക്കൂർ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ചിലപ്പോൾ ബഥേൽ ഇടവകയിൽ നിന്ന് എനിക്ക് ദൂരെയുള്ള ഒരു ഇടവയെ പോകാനൊക്കെയുള്ളൂ. അതിൻ്റെ അർത്ഥം അത്ര വിസ്തൃതമാണ്. മാങ്ങാനം ബഥേൽ എർമനയിൽ നിന്ന് ചിലപ്പോൾ കല്ലാറോ കൊച്ചറയോ ഒക്കെ വരണമെങ്കിൽ 4 മണിക്കൂറൊക്കെ യാത്ര ചെയ്യണം. കുമളി, മൂന്നാർ പ്രദേശത്ത് പോകണമെങ്കിൽ അത്ര വിസ്തൃതമാണ്. 5 ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ഭദ്രാസനമാണ് കോട്ടയം കൊച്ചി ഭദ്രാസനം. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഞാൻ ബഹ്റിൻ ഇടവകയായിരുന്നു. അത് നമ്മുടെ ഭദ്രാസനത്തിൻ്റെ ഭാഗമാണ്. 1000ഓളം കുടുംബങ്ങളുള്ള ബഹ്റിൻ മാർത്തോമാ ഇടവക, 400ഓളം കുടുംബങ്ങളുള്ള സെൻറ്റ് പോൾസ് മാർത്തോമാ ഇടവക. 2 ഇടവകളാണ് ബഹ്റിനുള്ളത്. അപ്പോൾ വളരെ വിസ്തൃതമായ ഒരു ഭദ്രാസനമാണ്. ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനങ്ങൾ 2 വിധത്തിലാണ്. ഒന്ന് ഇടവകളാണ്. നമ്മുടെ ഇവിടെയുള്ള കുമളി ഇടവ പോലെയുള്ള ഈ ധാരാളം ഇടവകളുടെ പ്രധാന പ്രവർത്തനമെന്ന് പറയുന്നത് ആധ്യാത്മികമായ പരിപോഷണമാണ്. വചനത്തിൻ്റെ പ്രഘോഷണത്തിൽ കൂടെ കൂദാശകളുടെ അനുഷ്ഠാനത്തിലൂടെ ആത്മീയമായി നാം വളർന്നു വരിക എന്നുള്ളതാണ്. കൂദാശകളുടെ അനുഷ്ഠാനമെല്ലാം ദൈവകൃപയിൽ വളരുവാൻ നമുക്ക് സഹായകരമാണ്. വിശുദ്ധ കുർബാന ദൈവകൃപയിൽ വളരാൻ നമ്മളെ സഹായിക്കുന്നതാണ്. കൂദാശകൾ, വചനത്തിൻ്റെ പ്രഘോഷണം, ഇതാണ് ഇടവയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ആധ്യാത്മിക പരിപോഷണമാണ് ഇടവകളുടെ ഒരു ലക്ഷ്യം. 2, നമ്മൾ നല്ല സാക്ഷ്യം നിറവേറ്റുന്നവരായിത്തീരുക. നല്ല സാക്ഷ്യം. ഒരു നാണയത്തിൻ്റെ 2 വശം ഉള്ളതിൽ ഒന്ന് ആത്മീയമായ വളർച്ച. നമ്മളെല്ലാം ദൈവകൃപയിൽ വളരണം. സമ്പത്തൊക്കെ വർദ്ധിക്കും. 40 വർഷം മുമ്പോ 50 വർഷം മുമ്പോ 60 വർഷം മുമ്പോ നമ്മൾ എന്തായിരുന്നോ അതിൽ നിന്നൊക്കെ എത്ര വ്യത്യാസമാണ് നമ്മളിപ്പോൾ. ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിച്ചു. നല്ല സമ്പത്ത്, നല്ല വിദ്യാഭ്യാസം, നല്ല ദീർഘായുസ്, നല്ല ആരോഗ്യം, നല്ല സാഹചര്യങ്ങൾ, സ്ഥാനമാനങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. ഒരു കാലത്ത് കഷ്ടപ്പാട്, പട്ടിണി, ഞെരുക്കമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിച്ചു. എങ്കിലും സമൃദ്ധിയുടെ മധ്യത്തിൽ ദൈവത്തെ കൈവിടാതെ ചേർത്ത് കൊള്ളണം. അതിനാണ് ഇടവക. തലമുറകളിലേക്ക് വിശ്വാസം പകർന്നു കൊടുക്കണം. അതിനാണ് ഇടവക. അതുകൊണ്ട് മാത്രം തീർന്നില്ല, സമൂഹത്തിൽ നമ്മൾ അനുഗ്രഹമായി തീരണം. അതാണ് സാക്ഷ്യം. സാക്ഷ്യമില്ലാത്ത ഇടവക നിർജ്ജീവമാണ്. സമൂഹത്തിൽ നമ്മൾ അനുഗ്രഹമായി തീരുന്നില്ല എങ്കിൽ വിശ്വാസം കൊണ്ട് അർത്ഥമില്ല. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജീവമാണ്. എന്താണ് പ്രവൃത്തി? യേശു കർത്താവിൻ്റെ പർവ്വത പ്രസംഗത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവ് മഹത്വപ്പെടേണ്ടതിന്
നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. നല്ല പ്രവൃത്തി ചെയ്യണം. നല്ല പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു കർത്താവ് പറയുന്നല്ലോ, എൻ്റെ ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്കാണ് ചെയ്തത്. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടു. അതാണ് നല്ല പ്രവൃത്തി. ചെറിയവരിൽ ഒരുവനെ, ചെറിയവരെ കണ്ടെത്താൻ നമുക്ക് കഴിയണം. അതാണ് നല്ല പ്രവൃത്തി. ചെറിയവരെ കണ്ടെത്തണം. വിശക്കുന്നവൻ ചെറിയവനാണ്, ദാരിദ്ര്യത്തിൽ കഴിയുന്നവൻ ചെറിയവനാണ്, വീടില്ലാതെ കഴിയുന്നവൻ ചെറിയവനാണ്. ഇന്നൊരു കത്ത് വായിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ. വസതി എന്ന് പറയുന്നൊരു പരിപാടി നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. വസതി, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക. പുഞ്ചോയൽ മേഖലയിൽ നമുക്ക് കുറച്ച് സ്ഥലമുണ്ട്. വാഴൂർ മേഖലയിൽ കുറച്ച് സ്ഥലം ഒരച്ഛൻ നമുക്ക് തന്നു. 4 സെൻറ്റിനകത്തുള്ള കൊച്ചു വീടുകൾ പണിത് കൊടുക്കുക. വീടില്ലാത്തവർക്ക് വീട്. അതാണ് ചെറിയവർ. അപ്പോൾ നന്മ ചെയ്യുക എന്നുള്ളതാണ് ദൈവവചനം കേൾക്കുമ്പോൾ ദൈവം നമ്മളിൽ നിന്നൊക്കെ ആഗ്രഹിക്കുന്നത്. ഇത് സാക്ഷ്യമാണ്. സാക്ഷ്യം. ഭദ്രാസനത്തിന് ഇതുപോലെ ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഭദ്രാസന ദിനമായിരുന്നു. നിങ്ങൾ അച്ഛന്മാർ ഭദ്രാസന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ധാരാളം പ്രവർത്തനങ്ങളാണ് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ. മലപ്പള്ളി മേഖലയിൽ ധാരാളം അമ്മമാരെ നമ്മൾ താമസിപ്പിക്കുന്നുണ്ട്. ആശ്രയയിൽ അനാഥരായ അമ്മമാർ. അവിടെ ആശാനിലയത്തിൽ ധാരാളം അപ്പച്ചന്മാരെ താമസിപ്പിക്കുന്നുണ്ട്, അനാഥരായ അപ്പച്ചന്മാർ. മലപ്പള്ളി സ്നേഹജ്യോതിയിൽ 50 പെൺകുഞ്ഞുങ്ങളെ താമസിപ്പിക്കുന്നുണ്ട്. അവരനാഥരാണ്, അവരെ പഠിപ്പിക്കുകയാണ്. പെരുമ്പാവൂർ ബാലികാഭവനത്തിൽ 40ഓളം പെൺകുട്ടികൾ. അതിൽ 18 പെൺകുട്ടികൾ ഇപ്പോൾ പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുക. ഒന്നുകിൽ അമ്മയില്ല, അല്ലെങ്കിൽ അപ്പനില്ല, അല്ലെങ്കിൽ മാതാപിതാക്കളില്ല. പൊഞ്ഞാശ്ശേരിയിൽ 10-20 ആൺകുട്ടികൾ, ട്രൈബൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആൺകുട്ടികൾ. നമുക്ക് ഈ മേഖലയിലുള്ള വണ്ടിപ്പെരിയാർ സ്നേഹ സംഘത്തിൽ പ്രിയപ്പെട്ട രാജേഷ് അച്ഛൻ ചുമതലയുള്ള സ്ഥാപനയിൽ മെൻ്റലി ചലഞ്ചിലായിട്ടുള്ള സ്ത്രീകൾ അവിടെയാണ്. ഇതെല്ലാം നല്ല പ്രവർത്തനങ്ങളാണ് മറ്റുള്ളവർക്ക് വേണ്ടി. മൂന്നാർ വിജയച്ചൻ്റെ ചുമതലയിലുള്ള എയ്ഡ്സ് അല്ലേ, കനിവ് എന്ന് പറയുന്നൊരു പ്രവർത്തനങ്ങൾ, എയ്ഡ്സ് രോഗിയുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ, ഇത് ധാരാളം മിഷൻ ഫീൽഡുകൾ. ഇതെല്ലാം നല്ല പ്രവർത്തനങ്ങളാണ്. ലൈറ്റ് ലൈഫ്, എത്രയോ കുഞ്ഞുങ്ങളുടെയൊക്കെ പ്രവർത്തനം, കുഞ്ഞുങ്ങളെ കേന്ദ്രമാക്കിയുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ ഭദ്രാസനത്തിലുണ്ട്. ഈ പ്രവർത്തനങ്ങളെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. അതിലൊക്കെ സഹകരിക്കാവുന്ന വിധത്തിൽ നമ്മൾ സഹകരിക്കണം. ഞാൻ പറഞ്ഞുവല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കാൻ നല്ല സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ, നല്ല സ്കൂളിലൊന്നും പോകാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ താമസിപ്പിക്കുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ എയ്ഡ്സ് രോഗിയുടെ ഇടയിലാകാം, ക്യാൻസർ രോഗിയുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങളാകാം. ആ വിധത്തിലുള്ള ധാരാളം പ്രവർത്തനം അടുത്ത കാലത്ത് നമ്മൾ തുടങ്ങിയതാണ്. സൗഹൃദം എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരായ നമ്മുടെ ആളുകൾ, ഒന്നുകിൽ കാലില്ല, അല്ലെങ്കിൽ കൈയില്ല, പലപ്പോഴും അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ വീടിൻ്റെ ഒരു മുറിയിൽ ഒതുങ്ങി കഴിയുക. അവരെ പള്ളികളിലൊന്നും കൊണ്ടുവരാറില്ല. ചിലപ്പോൾ ഞാൻ കാണാറുണ്ട്, ചില മാതാപിതാക്കൾ നിർബന്ധമായി അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പള്ളിയിൽ വരും, വീൽ ചെയറിലിരുത്തി കൊണ്ടുവരും. അവർ വരുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായെന്ന് വന്നേക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം വേറെടുത്തുന്നപ്പോൾ ഒരു 20 വയസ്സുള്ളൊരു പെൺകുട്ടി വീൽ ചെയറിലാണ്, അവൾക്ക് എഴുന്നേക്കാൻ വയ്യ. അവളെ കുർബാന കൈക്കൊള്ളാനായി അമ്മയും അപ്പനും ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരുന്ന ഞാൻ കണ്ടു. ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾ, അവർക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് സൗഹൃദം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ധാരാളം പരിപാടികൾ നമ്മുടെ ഭദ്രാസനത്തിലുണ്ട്. ഇതൊക്കെ നിങ്ങൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യണം, അറിയണം. ദൈവവചനം കേട്ട് ആത്മീയമായി നമ്മൾ വളർന്നാൽ മാത്രം പോരാ, മറ്റുള്ളവർക്ക് നമ്മൾ അനുഗ്രഹമായി തീരണം. ഇതൊക്കെ കാണാനുള്ള അവസരങ്ങൾ മിഷൻ എക്സ്പോ എന്ന് പറയുന്ന പരിപാടികളുണ്ട്. ഇത് കാണാനും വായിക്കാനുമുള്ള നല്ലൊരു മാസികയാണ് ഭദ്രാസന പ്രകാശിനി. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടത്തക്കവണ്ണം 3 മാസം കൂടിയിരിക്കുമ്പോൾ നിങ്ങളുടെ പള്ളികളിലൊക്കെ എത്തിക്കുന്നുണ്ട്. ഈ ഒരു കോപ്പി ഇപ്രാവശ്യം പ്രസിദ്ധീകരിച്ചത് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ അച്ഛന്മാരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ വീടുകളിൽ ലഭിക്കും നമ്മുടെ ഭദ്രാസനത്തെ അറിയാൻ നല്ല ലേഖനങ്ങൾ, അതുപോലെ തന്നെ നല്ല ദൈവികമായ ചിന്തകൾ. ക്രിസ്തുമസ് കാലത്ത് ഇറങ്ങുന്നൊരു മാസികയാണ്. ഇതിനകത്തെ ലേഖനം ക്രിസ്തുവിന് ഇടമായി തീരൽ, ക്രിസ്തുവിൻ്റെ ഇടമായി തീരൽ. നല്ല നല്ല ലേഖനങ്ങൾ, ക്രിസ്മസുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ, കുടുംബദിനവുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ, നല്ല ലേഖനങ്ങൾ വായിക്കാൻ താല്പര്യമുള്ളവർക്കുണ്ട്. നല്ല നല്ല വാർത്തകളുണ്ട്. വാർത്തയൊന്നും കാണാൻ താല്പര്യമില്ലാത്തവർക്ക് പടം കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പടമൊക്കെ കാണണമെങ്കിൽ നല്ല നല്ല പടങ്ങളൊക്കെ കാണാം. അടുത്ത പ്രാവശ്യം ചിലപ്പോൾ നിങ്ങളുടെ കൺവെൻഷൻ്റെ പടമൊക്കെ ഇതിനകത്ത് കാണും. അപ്പോൾ വായിക്കേണ്ടവർക്ക് വായിക്കാനുണ്ട്, പടം കാണേണ്ടവർക്ക് പടം കാണാനുണ്ട്. ഭദ്രാസനത്തെ അറിയാം, സഭയെ അറിയാം. നിങ്ങളുടെ വീടുകളിലൊക്കെ വരുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരു വർഷം നിങ്ങൾ 100 രൂപ നിങ്ങൾ ട്രസ്റ്റ് ഏൽപ്പിക്കണം. ഒരു വർഷത്തിലൊരിക്കൽ
100 രൂപ നിങ്ങൾ ട്രസ്റ്റ് ഏൽപ്പിക്കണം. നിങ്ങൾ ഭദ്രാസനത്തെ അറിയുവാൻ, മിഷൻ പ്രവർത്തനങ്ങളൊക്കെ സഹകരിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ മേഖലയിൽ നമുക്ക് 2-3 സ്ഥാപനങ്ങളുണ്ട്. അത് നല്ല സന്തോഷമാണ്. മിഷൻ ഫീൽഡോട് കൂടാതെ ഒന്ന് നമുക്ക് മാർത്തോമാ മെഡോസ് എത്ര ഭംഗിയായി പ്രവർത്തിച്ചു വരുന്നു. വിജയിച്ചനും അതുപോലെ ജമിനിച്ചനും ഒക്കെ ചുമതലയിലുണ്ട്. സുവിശേഷൻ റിങ്കുവോട് താമസിക്കുന്നുണ്ട്. ധാരാളം നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ക്യാമ്പുകളും കോൺഫറൻസും ഒക്കെ നടത്താനായിട്ട് ധാരാളം പേര് അവിടെ വന്ന് താമസിക്കുന്നുണ്ട്. മാർത്തോമാ മെഡോസ് വളരെ ഭംഗിയായി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതൊരു സ്ഥാപനമാണ്. ഇന്നും ഞാൻ ഇന്നലെ അവിടെ വന്ന് താമസിച്ചത്. ഞാനിപ്പോൾ കുമളി പ്രദേശത്തോ നിങ്ങളുടെ ഇടവുകളിലോ ഒന്നും അധികം വന്നിട്ടില്ലെങ്കിൽ പോലും കഴിഞ്ഞ 2 വർഷത്തിനിടെ എത്ര പ്രാവശ്യം കുമളി വന്നെന്നുള്ളത് എനിക്കറിയില്ല. ഒത്തിരിയും പ്രാവശ്യം നമ്മുടെ മെഡോസിൽ ഓരോ പരിപാടിക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു സ്ഥാപനമാണ് അത്. നമുക്ക് വളരെ അഭിമാനകരമായൊരു സ്ഥാപനമാണ്. മറ്റൊന്നാണ് നമുക്ക് ഈ പ്രദേശത്തുള്ള മാർത്തോമാ മൗണ്ട്, ജോമോനച്ചൻ ചുമതലയിലുള്ള പീരുമേടുള്ള മാർത്തോമാ മൗണ്ട്. വളരെയധികം സ്റ്റുഡൻസ് അവിടെ താമസിക്കുന്നുണ്ട്. പീരുമേട് അതും വളരെ ആളുകളെ ആകർഷിക്കുന്നൊരു കേന്ദ്രമാണ്. മാർത്തോമാ മൗണ്ട് നമ്മുടെ മേഖലയിലുള്ള സ്ഥാപനമാണ്. സ്റ്റുഡൻസ് ധാരാളം പ്രോഗ്രാംസ് അവിടെ നടക്കുന്നുണ്ട്. അതിലൊന്നാണ് സാരേഫാത്ത്, വിധവകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക കൂട്ടായ്മകൾ. മറ്റൊന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള കൂട്ടായ്മകൾ. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ അവിടെ പീരുമേടുണ്ട്. മറ്റൊന്നാണ് നമ്മുടെ രാജീവ് ബച്ചൻ ഡയറക്ടറായിരിക്കുന്ന സ്നേഹസങ്കേതം. അതുകൊണ്ട് ഈ വടക്കൻ ഹൈറേഞ്ച് മേഖലയിൽ 3 സ്ഥാപനങ്ങൾ തന്നെ നമുക്കുണ്ട്. 3 ഉള്ളല്ലോ അല്ലേ? വേറെ ഉണ്ടോ? 3 സ്ഥാപനങ്ങൾ തന്നെ നമുക്കുണ്ട്. പിന്നീടാണ് നമുക്ക് ധാരാളം മിഷൻ ഫീൽഡുകൾ. ഓരോ മിഷൻ ഫീൽഡുകൾ. മത്തായിപ്പാറ നല്ലൊരു മിഷൻ ഫീൽഡാണ്. അവിടെ നമുക്ക് 12 ഏക്കർ സ്ഥലമുണ്ട്. ആർക്കെങ്കിലും അറിയാമോ? നിങ്ങൾ എത്രയും ധനവാന്മാരെന്ന് ആർക്കെങ്കിലും അറിയാമോ? നിങ്ങളുടെ സ്വത്താണ് 12 ഏക്കർ സ്ഥലം. ഞാനിപ്പോൾ ഇന്നലെ നാളെ അങ്ങ് പോയി, ഇന്നലെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. എപ്പോഴാണ് പോകുന്നതെന്ന് അറിയില്ല. നിങ്ങളുടെ സ്വത്താണ്, ഹൈറേഞ്ച് മേഖലയിലെ സ്വത്താണ് 12 ഏക്കർ സ്ഥലം. അവിടെ മനോഹരമായൊരു പള്ളി, 25 വർഷം പൂർത്തിയായ മനോഹരമായൊരു പള്ളി, ഒരു മിഷൻ ഹൗസ് ഉണ്ട്. അവിടെ സുവിശേഷൻ അവിടെ താമസമുണ്ട്. ഇപ്പോൾ അവിടെയും ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക. ഈ ഇങ്ങനെയുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും നമ്മൾ പാഴാക്കി കളയരുത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അസറ്റുകളാണ്. അപ്പോൾ വാഗമണ്ണ് കേന്ദ്രമാക്കിയൊക്കെ നമ്മുടെ പ്രവർത്തനം ആരംഭിക്കാൻ ഉദ്ദേശിക്കുക. ഇവിടെ സ്ഥാപനങ്ങളും മിഷൻ ഫീൽഡുകളും ഒക്കെ നമുക്ക് ഈ ഹൈറേഞ്ച് മേഖലയിലുണ്ട്. അതൊക്കെ നമുക്ക് അഭിമാനകരമാണ്. അതെല്ലാം നമുക്ക് ഈ ദേശത്തെ ക്രിസ്തീയ സാക്ഷ്യത്തിന് മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ഹൈറേഞ്ച് മേഖലകളുടെ എല്ലാ ഇടവുകളുടെയും സംയുക്തമായിട്ടുള്ള ഈ കൂടിവരവ് വചനത്തിൻ്റെ പ്രഘോഷണത്തോടെ ആധ്യാത്മികമായി നമ്മൾ വളരുവാൻ, അതോടുകൂടി ദേശത്തിന് നമ്മൾ അനുഗ്രഹമായി തീരുവാൻ മിഷൻ പ്രവർത്തനങ്ങളുടെ ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കൺവെൻഷൻ്റെ ഒരു സമാപന സമ്മേളനത്തിൽ സമാപന സന്ദേശമായി കൂടെ ദൂത് നൽകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പള്ളിയിൽ ഏവങ്കേരിയനായി വായിച്ച ഭാഗം നമുക്ക് വളരെ പരിചിതമായൊരു ഭാഗമാണ്. ഇന്ന് സഭയുടെ കലണ്ടർ അനുസരിച്ച് കുടുംബവാരമൊക്കെ ആരംഭിച്ച് അടുത്ത ഞായറാഴ്ച കുടുംബ പ്രതിഷ്ഠാ ദിനമാണ്. അതുകൊണ്ട് കുടുംബവുമായി ബന്ധമുള്ള ചില ചിന്തകൾ പങ്കുവെക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 12-ാം വാക്യം. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു, ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഓൾ വെർ അമേസ്ഡ് ആൻഡ് ഓൾ ഗ്ലോറിഫൈഡ് ഗോഡ്. എല്ലാവരും വിസ്മയിച്ചു, എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ യേശു കർത്താവ് ഭവനങ്ങൾ കേന്ദ്രീകൃതമായി ശുശ്രൂഷ നിർവഹിച്ചിരുന്നു. യേശു കർത്താവ് പൊതുനിരത്തുകളിൽ ശുശ്രൂഷ നിർവഹിച്ചിരുന്നു. യേശു കർത്താവ് സുനഗോഗുകളിൽ, ദേവാലയങ്ങൾ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരിക്കുന്നു. വീടുകൾ, ഒരു ഇടവക കൂടിയവരായിരുന്നെങ്കിൽ ഞാൻ ചോദിച്ചേനെ, വേദോത്സവത്തിലെ പുതിയ നിയമത്തിലെ 2-3 വീടുകൾ യേശു കേന്ദ്രമാക്കി പ്രവർത്തിച്ച 2-3 വീടുകൾ പറയാൻ ഞാൻ ചോദിച്ചേനെ. പക്ഷേ ഇത്രയും പേര് ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് ചോദിച്ച സമയം കളയുന്നില്ല. 2-3 വീടുകൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരാവുന്നത് കാനാവിൽ ഒരു വീട്, യേശു കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും പിന്നെ എളുപ്പമായത് കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. നല്ല വീഞ്ഞിൻ്റെ അനുഭവം ലഭിച്ച ഒരു ഭവനം കാനാവിലെ കല്യാണം. മറ്റൊന്ന് ബഥാന്യയിലെ ഭവനം, ലാസറിൻ്റെയും മാർത്തയുടെയും മറിയയുടെയും ഭവനം, ബഥാന്യയിലെ ഭവനം. ഇത് കഫർന്നഹൂമിലെ ഭവനം. എന്താണ് ഈ കഫർന്നഹൂമിലെ ഭവനത്തിൻ്റെ പ്രത്യേകത? അവിടെ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് സുവിശേഷൻ പറയുകയാണ്. ഓൾ വെർ അമേസ്ഡ്, എല്ലാവരും വിസ്മയിച്ചു, എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തി.
കുടുംബത്തെക്കുറിച്ച് പറയുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, കുടുംബം എന്ന് പറയുന്നത് ഒരു ഫാമിലി ഈസ് എ സാക്രമെൻറ്റ്. കുടുംബം എന്ന് പറയുന്നത് ഒരു വിശുദ്ധമായ ഒരു കൂദാശയാണ്. കൂദാശകളെന്ന് പറയുമ്പോൾ എപ്പോഴും വിശുദ്ധമാണ്. നമുക്കറിയാം, വിശുദ്ധ കുർബാന ഒരു കൂദാശയാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് പള്ളിക്കകത്ത് വരുമ്പോൾ നമ്മൾ എത്ര ഭക്തരാണ്, ദൈവം പോലും തോറ്റുപോകും അല്ലേ? നമ്മുടെ ഇരിപ്പൊക്കെ കണ്ടാൽ, മെത്രാച്ചൻ്റെ വേഷവും അച്ഛന്മാരുടെ വേഷവും നമ്മുടെ ഇരിപ്പും കണ്ടാൽ, തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ നമ്മളെ കണ്ടാൽ എവരാണോ പള്ളിയിൽ ഇരുന്നതെന്ന് പോലും തോന്നിപ്പോവും അല്ലേ? വിശുദ്ധ കുർബാന എത്ര വിശുദ്ധമാണ്. കുടുംബത്തെക്കുറിച്ച് പറയുന്ന ഫാമിലി ഈസ് എ സാക്രമെൻറ്റ്. വിശുദ്ധമായ കുടുംബജീവിതം എന്ന് പറയുന്നത് ഹോളി മാട്രിമണി എന്നാണ് പറയുന്നത്. കുടുംബജീവിതം എന്ന് പറയുന്നത് അതിവിശുദ്ധമാണ്. പലപ്പോഴും നമ്മളുടെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ വിശുദ്ധ വിവാഹ ശുശ്രൂഷ മാത്രമാണ് വിശുദ്ധമെന്ന് വിചാരിക്കും അല്ലേ? വിവാഹ ശുശ്രൂഷയിൽ നമ്മളെല്ലാം വളരെ ഭയഭക്തിയോടുകൂടാ അല്ലേ? എന്നാൽ കുടുംബജീവിതം വിശുദ്ധമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബജീവിതം, ഭാര്യാഭർത്തൃ ബന്ധം, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധം, സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധം, അയൽപ്പക്കക്കാരുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം കുടുംബത്തിൻ്റെ വിശുദ്ധിയുടെ ദൃശ്യഭാവങ്ങളാണ്. അപ്പോൾ കുടുംബം വിശുദ്ധമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കുടുംബം അതിവിശുദ്ധമായൊരു കൂദാശ വിശദീകരിക്കുന്നില്ല. നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം, കർത്താവേ, എൻ്റെ കുടുംബം വിശുദ്ധമാണോ? എൻ്റെ കുടുംബത്തിലെ ഇടപാടുകളും ഇടപെടലുകളും ഒക്കെ വിശുദ്ധമാണോ? സംസാരമൊക്കെ വിശുദ്ധമാണോ? നാം നമ്മോട് തന്നെ ചോദിക്കണം. 2, ഫാമിലി ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാറുണ്ട്. കുടുംബം എന്ന് പറയുന്ന ഒരു സ്ഥാപനയാണെന്ന് പറയാറുണ്ട്. സ്ഥാപനം എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനയുടെ ലക്ഷ്യമെന്ന് പറയുന്ന കുഞ്ഞുങ്ങളിലേക്കൊക്കെ നല്ല അറിവ് പകരുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കുടുംബം ഒരു സ്ഥാപനയാണെങ്കിൽ ഞാൻ പറയും കുടുംബത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് 2 പ്രധാനം. 1, ദൈവബോധമുള്ളൊരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. 2, മൂല്യബോധമുള്ളൊരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. ദൈവത്തെ തലമുറകളിലേക്ക് നൽകുക എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ പരപ്രധാനമായ ലക്ഷ്യം. മാമോദീസയുടെ സമയത്ത് കാർമികൻ അച്ഛൻ പറയുന്നുണ്ട്, ഈ പൈതൽ വളർന്ന പ്രായമായതിനു ശേഷം താൻ തന്നെ സാത്താനെ അപേക്ഷിക്കുന്നു, യേശുമിശിഹായി സ്വീകരിക്കുന്നുവെന്ന് പരസ്യമായി ഏറ്റു പറയത്തക്ക വിധത്തിൽ ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരേണ്ട ചുമതല ആരെ ഏൽപ്പിക്കുകയാണ്? നിങ്ങളെ ഏൽപ്പിക്കുകയാണ്, മാതാപിതാക്കളെ ഏൽപ്പിക്കുകയാണ്. മാതാപിതാക്കൾ ആ ചുമതല നിർവഹിക്കുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയാണ് സൺഡേ സ്കൂള്. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവബോധമില്ലാതായി പോകുന്നതിന് അയൽവക്കക്കാർ ഉത്തരവാദികളല്ല, കൂട്ടുകാർ ഉത്തരവാദികളല്ല, സാറുമാർ ഉത്തരവാദികളല്ല. മാതാപിതാക്കളെ ഏൽപ്പിക്കുന്ന ദൈവബോധമുള്ള കുഞ്ഞുങ്ങളായി പിറന്ന് വീഴുന്ന നാൾ മുതൽ അമ്മയുടെ കയ്യിലിരിക്കുന്നൊരു കുഞ്ഞ്, പറക്കം പറ്റി പോകുന്നിടം വരെ അമ്മയുടെ അപ്പൻ്റെയും കീഴിലുള്ളൊരു കുഞ്ഞ്, ദൈവബോധമുള്ളൊരു കുഞ്ഞായി വളർന്നു വരാൻ കഴിയണമെങ്കിൽ മാതാപിതാക്കൾ വിചാരിച്ചെങ്കിലേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ട്രാൻസ്മിഷൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറയും. വിശ്വാസത്തിൻ്റെ നല്ല സംക്ഷേപണം വീട്ടിലൂടെ ഉണ്ടായിരിക്കണം. 1, വിശ്വാസം. 2, നല്ല മൂല്യബോധം. നല്ല മൂല്യബോധം വിശ്വാസത്തിൻ്റെ കൂടെ ചേരുന്ന മൂല്യം എന്നൊക്കെ പറയുന്നത്. ഫെയ്ത്ത് ആൻഡ് വാല്യൂസ് ഗോസ് ടുഗദർ. നല്ല വിശ്വാസം ഉണ്ടെന്ന് പറയുകയും മൂല്യമില്ലാത്തൊരു ജീവിതം നയിച്ചിട്ട് എന്ത് കാര്യം? നല്ല ക്രിസ്തീയ പ്രമാണങ്ങളുള്ള തലമുറകൾ. അതുകൊണ്ട് ഫാമിലീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വിശ്വാസം പകരണം. നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വിശ്വാസം പകരാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, 14-15 വയസ്സാകുമ്പോൾ കുഞ്ഞുങ്ങൾ ആദ്യ കുർബാനയ്ക്കായിട്ട് വരുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് പറയാമോ ജീസസ് ഈസ് മൈ ലോർഡ്, യേശു എൻ്റെ രക്ഷകരെന്ന് കുഞ്ഞുങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? ഇത് സൺഡേ സ്കൂൾ അധ്യാപകർ ഉറപ്പ് വരുത്തണം, മാതാപിതാക്കൾ ഉറപ്പ് വരുത്തണം. A+ വാങ്ങിക്കാൻ പഠിപ്പിച്ചാൽ മാത്രം പോരാ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സന്നിധി നമ്മുടെ അടുത്തുനിന്ന് പറക്കം പറ്റി പോകുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങൾക്ക് പറയുവാൻ കഴിയണം, ജീസസ് ഈസ് മൈ ലോർഡ്, യേശു എൻ്റെ കർത്താവ്. അതാണ് വിശ്വാസം. നല്ല മൂല്യബോധമുള്ള കുഞ്ഞുങ്ങൾ, എൻ്റെ മാതാവും പിതാവും ഇങ്ങനെയെന്ന് പറയത്തക്ക വിധത്തിൽ മാതാപിതാക്കളുടെ മൂല്യം കുഞ്ഞുങ്ങളിലേക്ക് പകരുവാനായിട്ട് കഴിയണം. ഒരു മദ്യപാനി പോലും ആഗ്രഹിക്കുന്നില്ല അവൻ്റെ മക്കൾ മദ്യപാനിയായി തീരണമെന്ന്. ഒരു മദ്യപാനി പോലും ആഗ്രഹിക്കുന്നില്ല മൂല്യമുള്ളവരായി വളരണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ മദ്യപാനി അങ്ങനെ ആഗ്രഹിക്കുന്നില്ലെങ്കിലും മദ്യപാനിയായ അപ്പൻ്റെ മദ്യപാനം കണ്ടാൽ കുഞ്ഞൊരിക്കലും മദ്യപാനിയാകാതിരിക്കുകയില്ല. ഓർത്തുകൊള്ളണം, മൂല്യങ്ങൾ പകരുന്ന നല്ല മാതാപിതാക്കൾ. അതുകൊണ്ട് ഫാമിലി ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇനി ഈ വായിച്ച ഭാഗം കഫർനഹൂമിലെ ഒരു കുടുംബത്തിൽ നടന്നൊരു സംഭവമാണ്. പ്രകാരം ഈ ഫിസിക്സിലൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങൾ പഠിക്കാറുണ്ട്, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്നാ? വീടിനകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടാവും. നമ്മളറിയുന്നില്ല. നമ്മളറിയാതെയാണ് ചില സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നടക്കുന്നത്.
അതിൻ്റെ അനന്തരഫലം ചിലപ്പോൾ 13 വർഷം കഴിഞ്ഞിട്ടാകാം, 20 വർഷം കഴിഞ്ഞിട്ടാകാം. ഒരു സംഭവം ഉണ്ടായാൽ അതിൽ പ്രത്യാഘാതം ഉണ്ടായിരിക്കും. ഫോർ എവരി ആക്ഷൻ, അതൊരു വസ്തുതയാണ്. നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങൾ, ആ സംഭവങ്ങൾക്കൊരു പ്രത്യാഘാതമുണ്ട്, ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ട്. ഇവിടെ ഇതാ വീട്ടിൽ നടന്ന ഒരു സംഭവത്തോടാണ് സുവിശേഷം പറഞ്ഞിരിക്കുന്നത്. എന്താ പറയുന്നത്? ഇത് കണ്ട് എല്ലാവരും വിസ്മയിച്ചു, ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മുടെ ഭവനങ്ങളിലൊക്കെ എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു. നമ്മൾ ഈ CCTV ഒക്കെ കള്ളനെ പിടിക്കാനാണ് വെക്കുന്നത്. പുറത്തുള്ളത് CCTV വെക്കാറുള്ളൂ. അകത്തോടൊരു ക്യാമറ വെക്കണമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ വീടിനകത്തൂടെ, നമ്മുടെ വീടിനകത്തൊരു ക്യാമറ വെച്ചാൽ ഓർത്ത് നോക്കി എന്തെല്ലാം ആയിരിക്കും അല്ലേ? നിങ്ങളുടെ സംഭാഷണം എല്ലാം അതിനകത്ത് റെക്കോർഡ് ചെയ്യും. പിള്ളേരെ വഴക്ക് പറയുന്നതും, പിള്ളേർ അപ്പനോടും അമ്മയും മറുതല പറയുന്നതും, ഭാര്യയെ ഭർത്താവിനോടുള്ള കുശല പ്രശ്നമാകട്ടെ, അല്ലാതുള്ള വർത്തമാനമാകട്ടെ, ഇതെല്ലാം ഇവിടെ പിടിക്കും. അതുകൊണ്ട് ആരും അകത്തോട്ട് വെക്കത്തില്ല, പുറത്തോട്ടാണ്. കള്ളനെ പിടിക്കണം, വീടിനകത്തെ കള്ളനെ പിടിക്കണമെന്നില്ല അല്ലേ? വീടിനകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങൾ, നേരം വെളുത്ത് രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള കാര്യങ്ങളൊന്നും എഴുതി വെച്ചേ. അതുകൊണ്ട് ആരും ഡയറി ഒന്നും എഴുതാത്തത്. ഡയറി എഴുതിയാൽ സത്യസന്ധമായിട്ട് എഴുതി എന്തെല്ലാം എഴുതും നമ്മൾ. രാവിലെ നടക്കുന്ന സംഭവങ്ങൾ അല്ലേ? വീടിനകത്ത് എന്തെല്ലാം സംഭവങ്ങളാണ് നടക്കുന്നത്, ഒത്തിരി സംഭവങ്ങൾ. ആ സംഭവങ്ങൾക്കൊക്കെ ഒരു പ്രത്യാഘാതം ഉണ്ടെന്ന് നമ്മൾ ഓർത്താൽ, നമ്മൾ അറിയാതെ എഴുതി വെക്കുന്നുണ്ട്. ക്രൈസ്റ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദിസ് ഹൗസ്, ദി അൺസീൻ ഗസ്റ്റ് അറ്റ് എവരി മീൽ, എ സൈലൻറ്റ് ലിസണർ ടു എവരി കോൺവെർസേഷൻ. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നല്ല പൈസ കൊടുത്ത് നല്ല മനോഹരമായി എഴുതി വീട്ടിൽ ഒട്ടിക്കും. ഇതൊന്നും അറിഞ്ഞുകൊണ്ടാണോ വീട്ടിൽ വർത്താനം പറയുന്നത്? പള്ളി വരെ പോയിട്ട് തിരിച്ച് വീട്ടിൽ ചെന്നതിന് ശേഷം അല്ലേ ട്രസ്റ്റിയെക്കുറിച്ച് കുറ്റം പറയുന്നത് ഇതുവല്ലോ അറിഞ്ഞുകൊണ്ടാണോ? നിങ്ങളുടെ ഒന്നും പള്ളി ഞാൻ ഇരുന്നിട്ടില്ല, ഇവിടെ ആരും അങ്ങനെ ഉള്ളവരല്ല കേട്ടോ അല്ലേ? അച്ഛനെക്കുറിച്ച് കുറ്റം പറയുന്നത് ഇത് ഈ ക്രൈസ്റ്റ് ഹെഡ് എന്ന് പറഞ്ഞ് എഴുതി വെക്കുമ്പോഴാണോ? സഭയെക്കുറിച്ച് കുറ്റം പറയുന്ന, അയൽപക്കക്കാരനെ കുറിച്ച് കുറ്റം പറയുന്നത് ഇതുവല്ലോ ഓർത്തുകൊണ്ടാണോ? സൈലൻറ്റ് ലിസണർ ടു എവരി കോൺവെർസേഷൻ, എല്ലാ സംഭാഷണവും നിശബ്ദമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവിൻ്റെ വീടാണെന്ന് എഴുതി വച്ചേക്കുന്നത് ഓർക്കുന്നുണ്ടോ? എന്ത് സംഭവിച്ചാലും ദർ ഈസ് ആൻ ആക്ഷൻ. പക്ഷെ നമുക്ക് ചോദിക്കണം, കർത്താവേ, എൻ്റെ വീട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളിലൂടെ ജനം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകുന്നുണ്ടോ? അമേസിങ് എന്ന് പറഞ്ഞാൽ 2 വിധത്തിലാണ്, വിസ്മയിച്ചു എന്ന് പറഞ്ഞാൽ 2 വിധത്തിലാണ്. ഒന്ന് സന്തോഷകരമായ ഒരു വിസ്മയം, മറ്റൊന്ന് വളരെ പരിഭ്രമജനകമായ വിസ്മയം. ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, നമ്മുടെ അടുത്തുള്ളൊരു വീട്ടിലെന്ന് വിചാരിച്ചോ, നമ്മുടെ സമീപമുള്ളൊരു വീട്ടിൽ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി പെട്ടെന്ന് IAS പരീക്ഷ എഴുതി പാസ്സായി. സാധാരണക്കാരവിടെ താമസിക്കുന്ന വളരെ സാധാരണക്കാരാണ്, ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബം. ആ പെൺകുട്ടി മിടുക്കിയായിരുന്നു. അവൾ വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ മിടുക്കിയായിട്ട് പഠിച്ചു വന്ന സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് എക്സാമിനേഷൻ എഴുതി റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് ഫസ്റ്റ് റാങ്ക്. ഓ, എന്തൊരു സന്തോഷമാണ്! അവിടെ ഇത് സംഭവിച്ചല്ലോ, വിസ്മയജനകമാണ്. നമുക്ക് വലിയ സന്തോഷം ഉളവാകുന്ന ഒരു വാർത്തയാണ്. അയൽവക്കത്തെ ആ സാധാരണക്കാരുടെ വീട്ടിൽ ഒരു കുട്ടി IAS ബിരുദം കരസ്ഥമാക്കി. എത്ര അത്ഭുതമാണ്! എത്ര അത്ഭുതമാണ്! അതേസമയം തന്നെ മറ്റൊരു വീട്ടിൽ സംഭവിക്കുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിൽ അറിഞ്ഞ ഒരു വാർത്ത കൺവെൻഷൻ പ്രസംഗമാണെന്ന് വിചാരിച്ച വാർത്തകളിലൊക്കെ ഉള്ള വാർത്തയാണ്. നേരം വെളുത്തപ്പോൾ ആ വീട്ടിലെ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ജീവിതം അവസാനിപ്പിച്ചു. ചിലപ്പോഴൊക്കെ പേപ്പറിൽ വരാറുള്ളതാണ്. നേരം വെളുത്തപ്പോൾ അയൽവക്കക്കാരറിയുന്നു, ഭാര്യയും ഭർത്താവും മക്കളും ചേർന്ന് ജീവിതം അവസാനിപ്പിച്ചു. ആ ഭവനത്തെക്കുറിച്ചൊക്കെ, സാധാരണ ഒരു ഭവനം ഇങ്ങനെ എന്തെങ്കിലും ദുരന്തം ഉണ്ടാകുന്ന ആരും വിചാരിച്ചിരുന്നില്ല. പക്ഷേ എല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന, എല്ലാവരെയും ഭയപ്പെടുത്തുന്ന, വളരെ ഭീതിജനകമായ വിസ്മയം ഉളവാക്കുന്ന ഒരു സംഭവം. ഈ 2 വിധത്തിൽ നമ്മുടെ വീടുകളിൽ സംഭവം ഉണ്ടാകാറുണ്ട്. ചിലത് വളരെ സന്തോഷകരമായ അത്ഭുതകരമായ വാർത്തകളാണ്, ചിലത് വളരെ ഖേദകരമായ വാർത്തകളാണ്. എന്ത് വാർത്തകൾ വന്നാലും നമുക്ക് ചോദിക്കണം, ദൈവമേ, നിന്നെ മഹത്വപ്പെടുത്താൻ കാരണമായി തീരുന്നുണ്ടോ? ഓൾ വെയർ അമേസ്ഡ് ആൻഡ് ഓൾ ഗ്ലോറിഫൈഡ് ഗോഡ്. നമ്മുടെ വീടുകളിൽ നടക്കുന്ന, കുടുംബത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞു വരുന്നത്, കുടുംബത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളിലൂടെയും ജനം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കാരണമായി തീരുന്നുണ്ടോ? അങ്ങനെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നെന്നാണ് എൻ്റെ വിചാരം. ഞാനും നിങ്ങളും എല്ലാം കുടുംബ പ്രതിഷ്ഠാ വാരമായി കൊണ്ടാടുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന, കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ ഭവനങ്ങളിൽ നടക്കുന്ന ഏത് സംഭവങ്ങളിലൂടെയും എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കാരണമായിട്ട് തീരണം. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഭവനത്തിൻ്റെ 4-5 പ്രത്യേകതകൾ പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു പോകാം. കഫർനഹൂമിലെ ഭവനത്തിൻ്റെ പ്രത്യേകതകളാണ്. മർക്കോസിന്റെ സുവിശേഷം 1 മുതൽ 12 വരെ വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ ആ വിശേഷണങ്ങളൊക്കെ അറിയാം. ഞാൻ പറക്കി ഓരോന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 1-2 വാക്യങ്ങൾ നോക്കിയാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്,
യേശു ആ ഭവനത്തിലുണ്ട് എന്നുള്ള ശ്രുതി നാടെങ്ങും പരന്നു. യേശു ആ ഭവനത്തിലുണ്ട് എന്നുള്ള ശ്രുതി നാടെങ്ങും പരന്നു. എവരിബഡി ഹേർഡ് ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്. യേശു ആ ഭവനത്തിലുണ്ട് എന്നുള്ള ശ്രുതി. ദൈവം വസിക്കുന്ന, കുറച്ചുകൂടി മനസ്സിലാകാവുന്ന ഭാഷയെ പറഞ്ഞാൽ, ദൈവം വസിക്കുന്ന ഭവനമാണിതെന്നുള്ളത് എല്ലാവരും അറിഞ്ഞു. ദൈവം വസിക്കുന്ന ഭവനമാണിത് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞു. നമ്മുടെ ഭവനത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരു ഇൻട്രോസ്പെക്ഷൻ. നമ്മുടെ ഭവനത്തെക്കുറിച്ച് അയൽപക്കക്കാർ പറയുമോ നമ്മുടെ ഭവനത്തിൽ ദൈവം വസിക്കുന്നുവെന്ന്? നമ്മുടെ ചുറ്റുപാടുമുള്ളവർ പറയുമോ ഇത് ദൈവം വസിക്കുന്ന ഒരു ഭവനമാണ്? നമ്മുടെ ഭവനത്തെക്കുറിച്ച് പറയുമോ? എന്താണ് ദൈവം ഭവനത്തിൽ വസിക്കുന്നുവെന്ന് മറ്റുള്ളവർ അറിയുവാൻ കാരണമായി തീരുന്നത്? പലപ്പോഴുമൊക്കെ നമുക്കറിയാം, കുടുംബ പ്രാർത്ഥനയുള്ളൊരു ഭവനം, രാവിലെയും വൈകിട്ടും ദൈവത്തെ വിളിക്കുന്നൊരു ഭവനം. ഒരു കാലത്ത് നമ്മൾ ആരംഭിച്ച നല്ല മാതൃക ഇന്ന് ഇതര മതസ്ഥർ ആരംഭിച്ചിരിക്കുക. നേരം വെളുത്ത് രാവിലെ 6 മണിക്ക് മറ്റേ റോഡിൽ നടന്നാൽ ക്രിസ്തീയ കുടുംബങ്ങളിലൊക്കെ കുടുംബ പ്രാർത്ഥന കേൾക്കാമായിരുന്നു. നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചാൽ മതി, എത്ര വീടുകളിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്? അമ്മയും അപ്പനും മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ എത്രയുണ്ട്? രാവിലെയും വൈകിട്ടും കുടുംബത്തെ ദൈവത്തെ വിളിക്കുന്ന ഒരു കുടുംബം, ക്രമമായ ആരാധനയെ സംബന്ധിക്കുന്ന ഒരു കുടുംബം, ഞായറാഴ്ച തോറും വിരുന്നിന് നടക്കുക. ഉള്ള വിരുന്നിനെല്ലാം പോകുന്ന ഞായറാഴ്ചയാണ്. ദൈവത്തെ ആരാധിക്കാൻ സമയമില്ല. വേർതിരിച്ചിരിക്കുന്ന ഒരു സമയമായി ദൈവത്തെ ആരാധിക്കാൻ ഞായറാഴ്ച ദിവസം ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബം, ചുറ്റുപാടുകളുമായി നല്ല ബന്ധം പുലർത്തുന്ന ഒരു കുടുംബം. അയൽപക്കക്കാരുമായി ഒരു ബന്ധവുമില്ലാത്ത വീട് എങ്ങനെയാണ് ദൈവം വസിക്കുന്ന ഭവനം? ഏത് മതസ്ഥനുമായിക്കൊള്ളട്ടെ, ചുറ്റുപാട് ഏത് മതസ്ഥനുമായിക്കൊള്ളട്ടെ, എൻ്റെ അയൽപക്കക്കാരനെ സ്നേഹിപ്പാൻ എനിക്ക് കഴിയുന്നില്ല എങ്കിൽ ഏത് ദൈവമാണ് അങ്ങനെയുള്ള ഇടങ്ങളിൽ വസിക്കുന്നത്? കേവലം നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഒരു ക്രിസ്ത്യൻ വേദോസ്തത്തിലെ പേരുകളെല്ലാം ഇന്ന് ഗേറ്റേലുണ്ട്. ഹെർമോൻ എന്നുണ്ട്, ശാരം എന്നുണ്ട്, ബഥേൽ എന്നുണ്ട്, എല്ലാം എഴുതി വെച്ചിരിക്കുക. നമ്മുടെയൊക്കെ പേര് ഒരു കാലത്ത് ചാക്കോന്നും തോമസെന്നും മത്തായി എല്ലാം വേദോസ്തത്തിലെ പേര് ഇപ്പോഴും അതൊക്കെ തന്നെ അല്ലേ? ഇപ്പം ഇങ്ങോട്ട് പേര് വന്ന് ഇപ്പോൾ തൊട്ടടുത്ത് ഞാൻ അറിഞ്ഞിരിക്കുന്നത് എന്താ? റൂഹായായി, കാദീശായി അല്ലേ? അച്ഛൻ്റെ മക്കളുടെ നിങ്ങളല്ലേ? വേറെടുത്ത് എന്ന് പറഞ്ഞ് അബിഗേലായി, നഥനിയേലായി, വേദോസ്തത്തിലെ പേരുകളെല്ലാം ഉണ്ട് അല്ലേ? എല്ലാ പേരും വെച്ചിരിക്കുക നമ്മളല്ലേ? വീടിൻ്റെ പേര് ക്രിസ്തീയ പേരുകൾ, മക്കളുടെ പേരുകൾ വേദോസ്തത്തിലെ പേരുകൾ അല്ലേ? അതും പോരായെങ്കിൽ വീടിൻ്റെ വാതിക്കൽ വില കൊടുത്താൽ കിട്ടും, നല്ല ഫോട്ടോ കിട്ടും അല്ലേ? യേശു കർത്താവ് ഇങ്ങനെ കുരിശിലിങ്ങനെ അല്ലേ? എല്ലാവർക്കും വേണ്ടി ജീവനെ നൽകിയെന്ന് പറഞ്ഞ് നല്ല കുരിശിൽ ക്രൂശിതരായ യേശു. അല്ലെങ്കിൽ ആട്ടിടയനെ പോലെ ആടിനെ എടുത്തുകൊണ്ട് ഇടയൻ്റെ രൂപം എല്ലാം ഉണ്ട് അല്ലേ? ഗത്സമനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രൂപം. ഇതൊക്കെ കൊണ്ട് ദൈവം വസിക്കുന്ന ഭവനമായോ? ഇതൊക്കെ നല്ലതല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഇതൊന്നും കൊണ്ട് മാത്രമാകുകയല്ല ദൈവം വസിക്കുന്ന ഭവനം. ഒരു പേര് കൊണ്ടോ, ഒരു നല്ല പടം കൊണ്ടോ, ഒരു മേൽവിലാസം കൊണ്ടോ ദൈവം വസിക്കുന്ന ഭവനമായി തീരുകയല്ലേ പ്രിയമുള്ളവരെ? ഇവിടെ എവരിബഡി ഹേർഡ് ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്. ഈ വീട്ടിൽ ദൈവം ഉണ്ടെന്നുള്ള ശ്രുതി നാടെങ്ങും വരുന്നു. നമ്മുടെ വീടുകളിൽ ദൈവം ഉണ്ടെന്ന് ജനം അറിയണമെങ്കിൽ ദൈവബോധമുള്ള ഇടപെടലുകൾ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കണം. ദൈവബോധമുള്ള വർത്തമാനം നമ്മുടെ വീടുകളിലുണ്ടായിരിക്കണം. ദൈവബോധമുള്ള ഇടപെടലുകൾ, പ്രവർത്തന ശൈലി നമ്മുടെ വീടുകളിലുണ്ടായിരിക്കണം. ദൈവം വസിക്കുന്നു എന്ന ശ്രുതി നാടെങ്ങും പരക്കണം. നമ്മൾ രഹസ്യമായി ചോദിച്ചാൽ മതി നമ്മോട്, എൻ്റെ വീട്ടിൽ ദൈവമുണ്ട്, പാടുന്നുണ്ട്, എൻ്റെ ഭവനത്തിൽ യേശുവുണ്ട്, പാടാൻ ഇത്ര ഇമ്പമാ. നമുക്ക് പറയാമോ? എൻ്റെ ഭവനത്തിൽ യേശുവുണ്ട്, ദൈവം വസിക്കുന്ന ഭവനമാണ്. 2, there was an open door. തുറന്ന വാതിലുകളുള്ളൊരു ഭവനമായിരുന്നു. ഒന്ന് ഞാൻ പറഞ്ഞു, ദൈവമുണ്ട് എന്നുള്ള ശ്രുതി നാടെങ്ങും പരക്കത്തക്കവണ്ണം ദൈവബോധത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബമായിരിക്കണം. അത് ആരാധനയാകട്ടെ, പ്രാർത്ഥനയാകട്ടെ, നന്മയാകട്ടെ, എന്തുമാകട്ടെ. 2, there is an open door. ഓപ്പൺ ഡോർ എന്ന് പറഞ്ഞാൽ എന്നാ? തുറന്ന വാതിലുകൾ. ഇത് കേട്ടിട്ട് കൺവെൻഷൻ കഴിഞ്ഞ് പോയി രാത്രി വീടെല്ലാം തുറന്നിടണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. കള്ളന്മാർ വന്നാൽ ഞാൻ ഉത്തരവാദിയല്ല. പിന്നെന്താ ഈ ഓപ്പൺ ഡോർ എന്നൊക്കെ പറഞ്ഞാൽ? ഓപ്പൺ ഡോർ എല്ലാവരെയും ആകർഷിക്കുന്നൊരു ഭയം. വാതുക്കൽ പോലും ഇടവില്ലാതെ വണ്ണം ഈ വീട്ടിൽ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. വാതുക്കൽ പോലും ഇടവില്ലാതെ വണ്ണം ഈ വീട്ടിൽ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കേണ്ടതായിരുന്നു. അതിൻ്റെ അർത്ഥം യു ആർ വെൽക്കം, യു ആർ വെൽക്കം, യു ആർ വെൽക്കം. മറ്റുള്ളവരെ ആകർഷിക്കുന്നൊരു ഭവനം. ആർക്കും ഭവനത്തിലേക്ക് കയറി വരാവുന്ന വിധത്തിൽ സ്വീകരിക്കുന്ന, റിസപ്റ്റീവ് എന്ന് ഇംഗ്ലീഷിൽ പറയും, റിസപ്റ്റീവ് ആറ്റിറ്റ്യൂഡ്. മറ്റുള്ളവരെ
സ്വാഗതം ചെയ്യുന്നൊരു ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ഭവനങ്ങളൊക്കെ മറ്റുള്ളവരെ ആകർഷിക്കുന്നതാണോ അതോ അകറ്റുന്ന ഭവനങ്ങളാണോ? ചില വീടുകളിലൊക്കെ പോയിട്ട് ചെല്ലും, എന്നിട്ട് പറയും ഇനി അങ്ങോട്ട് പോകേണ്ടി വരത്തില്ല, ഇനി ഞാനങ്ങോട്ട് പോവുകയേ ഇല്ല, അല്ലേ എന്ന് ചില വീടുകളിലൊക്കെ പോയിട്ട് ആരെങ്കിലും പറയും. ചെല്ല് പറയാറുണ്ട്, വീണ്ടും വീണ്ടും ആ വീട്ടിലേക്ക് പോകാൻ തോന്നുന്നു. ആ ഭവനം എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് വെരി റിസപ്റ്റീവ്. ഇംഗ്ലീഷ് ഒരു പദപ്രയോഗമുണ്ട്, ഫീൽ അറ്റ് ഹോം, അല്ലേ? ഫീൽ അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ നമ്മൾ പറയും ഇംഗ്ലീഷിൽ ഫീൽ അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ വീട്ടിൽ താമസിക്കുന്ന പോലെ, നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന പോലെ എൻ്റെ വീട്ടിലും താമസിച്ചു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, കരുതുന്നു, യു ഫീൽ അറ്റ് ഹോം. അതുകൊണ്ട് ആ ഇംഗ്ലീഷ് ആ വാക്ക് പറയുന്നത് ഫീൽ അറ്റ് ഹോം. നമ്മുടെ വീടുകൾ മറ്റുള്ളവരെ സ്വാഗതം ചെയ്യുന്ന വീടുകളാണോ? ഇന്ന് വീടുകളിലൊക്കെ മുമ്പിൽ എന്താണ് ബിവെയർ ഓഫ് ഡോഗ്സ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എല്ലാത്തിൻ്റെയും. പട്ടിയെ സൂക്ഷിക്കണം, പട്ടിയെ സൂക്ഷിക്കണം, പട്ടിയെ സൂക്ഷിക്കണം. മനുഷ്യരെ സൂക്ഷിക്കണ്ട, ഇന്ന് പട്ടിയെ സൂക്ഷിച്ചാൽ മതി, അല്ലേ? വീടിനകത്തൊന്നും ആരും ചിലപ്പോൾ പറയാറുണ്ട്. ഞാൻ പട്ടത്തെ ശുശ്രൂഷയിലായിരുന്നപ്പോഴേ പ്രാർത്ഥനക്കൂട്ടങ്ങളിങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് 40 വർഷം മുമ്പ് പറഞ്ഞൊരു സംഭവമാണ്. ഇനി ഏതിടവയാണെന്നൊന്നും ആരും ചോദിക്കരുത്. ഒരിടവയിലായിരുന്നപ്പോൾ മാറി മാറി പ്രാർത്ഥനകൾ വെക്കും ഓരോ വീടുകളിൽ. അപ്പം അച്ഛന്മാർ ചിലപ്പം വിളിച്ചു ചോദിക്കും, അച്ഛായ അവിടെ പ്രാർത്ഥന വെച്ചോട്ടെ, അമ്മാമ്മ അവിടെ പ്രാർത്ഥന വെച്ചോട്ടെ. അപ്പോൾ ചെല്ല് പറയും കുഴപ്പമൊന്നുമില്ല. ചെല്ല് പറയും ഇപ്പം അത്ര സൗകര്യമല്ല, ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കുറച്ചുകൂടെ കഴിയട്ടെ. അപ്പോൾ ഒരിക്കലൊരു ഇടവ വികാരി ഒരു ധനികനായ ഒരു മനുഷ്യനോട്, നല്ല സമ്പന്നനായ ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രാർത്ഥനയുടെ ടേൺ വന്നു. പ്രാർത്ഥന അവിടെ വെക്കട്ടെ എന്ന് വിളിച്ച് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അച്ഛാ പ്രാർത്ഥന വെച്ചോ, പക്ഷെ പള്ളി വെച്ചോ, ഞാൻ കാപ്പിക്കുള്ള ചിലവ് അങ്ങ് തന്നേക്കാമെന്ന് പറഞ്ഞു. വീട്ടിലോട്ടാരും വരണ്ട. കാരണം എന്താ? എൻ്റെ അച്ഛാ 2 ആഴ്ച കൂടിയിരിക്കുമ്പോൾ ഇൻറ്റീരിയർ ഡെക്കറേറ്റേഴ്സ് വന്ന് ഇതിനകം എല്ലാം ഭംഗിയാക്കി സെറ്റ് ചെയ്തിട്ട് പോകുന്നതാണ്. പ്രാർത്ഥനക്കാരെല്ലാം അവിടെ വന്നാൽ കുസൃതി പിള്ളേരും ഇവരും എല്ലാം കൂടെ വരും, ഈ പൂ പറിക്കും, ഈ സോഫായിൽ കയറിയിരിക്കും, അത് ചവിട്ടിത്തേക്കും, വീടിനൊക്കെ വൃത്തികേടാകും. അതുകൊണ്ട് എൻ്റെ വീട്ടിലോട്ട് അവർ വരണ്ട, പള്ളിയിലങ്ങ് നടത്തിക്കോ, ഞാൻ കാപ്പിക്കുള്ള പൈസ ഒക്കെ തന്നേക്കാം, അല്ലേ? കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു പ്രാർത്ഥന വന്നു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു നമ്മുടെ വീടല്ലേ, അല്ല ഇൻറ്റീരിയർ ഡെക്കറേറ്റേഴ്സ് വന്ന് വീടൊക്കെ അലങ്കരിക്കുന്ന വീടല്ലേ, അപ്പോൾ നാട്ടുകാരൊക്കെ വരണമല്ലോ. അദ്ദേഹം ഒരു വീട്ടിലും പോകാറില്ല. പിന്നെ ഒരവസരം വന്ന് വരുത്താമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ പ്രാർത്ഥന വെച്ചപ്പോൾ ആരും പോകാറില്ല. കാരണം അദ്ദേഹം ഒരു വീട്ടിലും പ്രാർത്ഥനയ്ക്ക് പോകാറില്ല. 2, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സാധാരണയായി ബിവെയർ ഓഫ് ഡോഗ്സ് എന്നുള്ള ബോർഡുള്ളതുകൊണ്ട് ഒരുത്തരും കയറത്തില്ല അങ്ങോട്ട്. ഒരു മനുഷ്യന് അത്യാവശ്യക്കാരൻ പോലും ആ വീട്ടിലോട്ട് കയറുകയില്ല. അദ്ദേഹം വിചാരിച്ചു വലിയ വീടൊക്കെ കണ്ടുകൊണ്ട് ആളുകളെല്ലാം പ്രാർത്ഥനയ്ക്ക് വരുമെന്ന് വിചാരിച്ചു. വരില്ല. വലിയ വീടൊന്നും വേണ്ട. ആളുകളെ സ്വാഗതം ചെയ്യാൻ നമ്മുടെ മനോഭാവം, മറ്റുള്ളവരെ ആകർഷിക്കുന്ന മനോഭാവം, മറ്റുള്ളവർക്ക് നാം സ്നേഹം പകരുന്ന മനോഭാവം, അതാണ് ഓപ്പൺ ഡോർ എന്ന് പറയുന്നത്. ഓപ്പൺ ഡോർ. വാതുക്കൽ പോലും ഇടവില്ലാതെ വണ്ണം ഈ വീട്ടിന് ആളുകളെയും കൊണ്ട് നിറഞ്ഞിരുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ വീട്ടുകാരൻ നല്ല തുറന്ന മനസ്സുള്ള ഈ വീട്ടുകാരനായിരുന്നു, മറ്റുള്ളവരെ ആകർഷിക്കുമായിരുന്നു. നമ്മുടെ അയൽപക്കക്കാരനൊരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മുടെ വീട്ടിലോട്ട് വരുമോ? നമ്മുടെ അയൽപക്കക്കാരന് ഏതെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഒരു കരം നീട്ടുന്ന ഒരു ഭവനമാണോ നമ്മുടേത്? ഓപ്പൺ ഡോർ, തുറന്ന വാതിലുകൾ ഉള്ളൊരു ഭവനം, മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നൊരു ഭവനം, മറ്റുള്ളവരെ സന്നദ്ധതയുള്ള ഒരു ഭവനം. 3, മറ്റുള്ളവർക്ക് വേണ്ടി നഷ്ടം സഹിപ്പാൻ സന്നദ്ധതയുള്ളൊരു ഭവനം. റെഡി ടു ബെയർ ലോസ്. നഷ്ടം സഹിപ്പാൻ. ഇവിടെ എന്താ നഷ്ടം സഹിക്കുന്നത്? നമ്മൾ കാണുന്നുണ്ട്, 4 ആളുകൾ ഒരു പക്ഷവാതക്കാരനെ കൊണ്ട് ചുമന്നുകൊണ്ട് വന്നപ്പോൾ, വാതിൽ പോലും ഇടവില്ലാതെ വന്നപ്പോൾ ഈ പക്ഷവാതക്കാരനെ യേശുവിൻ്റെ അടുത്തേക്ക് ഇറക്കാൻ വേണ്ടി എന്താ മാർഗം? വീട്ടുടമസ്ഥൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എൻ്റെ വീടിൻ്റെ മേൽപ്പുര ഇളക്കി മാറ്റാവുന്നതാണ്. പരസ്യനാട്ടിലെ പശ്ചാത്തലത്തിൽ അന്ന് വീടിൻ്റെ മേൽപ്പുരയോടൊക്കെ പോർട്ടബിൾ എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും അതിനൊരു മനസ്സ് വേണം. വീടിൻ്റെ മേൽപ്പുര ഇളക്കി മുകളിൽ നിന്ന് പക്ഷവാതക്കാരനെ താഴെയോട്ട് ഇറക്കുന്നു, നഷ്ടം സഹിപ്പാൻ. മാത്രമല്ല 4 ആളുകൾ എങ്ങനെയാണ് കഷ്ടം സഹിച്ചത്? ആ ഗ്രാമത്തിൻ്റെ ഒരറ്റത്ത് ദൂരെ മാറിയ ഒരു വീട്ടിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കഴിഞ്ഞിരുന്ന പക്ഷവാതക്കാരനായി മനുഷ്യനെ തോളിൽ ചുമന്നുകൊണ്ട്
ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന മനുഷ്യൻ ആർക്കു വേണ്ടിയാ? ഈ പക്ഷപാതക്കാരൻ്റെ വീട്ടിലുള്ളവരൊന്നും അല്ല. വേദോസം വായിച്ചാൽ നമുക്കറിയാം. എൻ്റെ ഒരു ഭാവനയിൽ ആ പക്ഷപാതക്കാരൻ്റെ വീട്ടിലുള്ളവരെല്ലാം രാവിലെ തന്നെ ആ വീട്ടിൽ നിന്ന് യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. വൈകുന്നേരം ചെല്ലത്തുറവുണ്ട് 3 നേരത്തെ ഭക്ഷണം ഓരോ പാക്കറ്റാക്കി ഈ കിടക്കയിലടുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷപാതക്കാരനല്ലേ, കൈ ഒന്നും ചിലപ്പോൾ എത്തത്തില്ല. അതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, അപ്പുറത്ത് കൈ എത്താവുന്നിടത്ത് ഉച്ചയ്ക്ക് ഊണ്, വൈകിട്ടത്തെ അത്താഴം എടുത്ത് വെച്ചിട്ടുണ്ട്. പുള്ളി അവിടെ കിടന്നാലും വേണ്ടില്ല, എനിക്ക് പ്രസംഗം കേൾക്കണം. അങ്ങനെ ചില ഭക്തന്മാരൊക്കെ ഉണ്ട്. അപ്പന് ഒരു നേരം ശരിക്ക് കഞ്ഞിവെള്ളം കൊടുത്തില്ലെങ്കിലും, അപ്പൻ ഒരു നേരത്തെ ഭക്ഷണം ശരിക്ക് കൊടുത്തില്ലെങ്കിലും കൺവെൻഷൻ യോഗം കേൾക്കണം, കുർബാനയും കൈക്കൊള്ളണം. അല്ലേ? ഒന്നും അറിയണ്ട. ചില കപടഭക്തി, അങ്ങനെയുള്ള ഭക്തികളൊക്കെയാണ്. ഈ വീടിനകം നിറച്ച ആളുകൾ ഇരിക്കുക. അതിനകത്ത് ഈ പക്ഷപാതക്കാരൻ്റെ വീട്ടുകാരും ഉണ്ടെന്ന് എൻ്റെ വിചാരം. അറിയത്തില്ല, ഞാനെല്ലാം എഴുതി, എനിക്കറിയില്ല. എന്നാൽ ഈ 4 ആളുകൾ അവർ പുറത്തുള്ളവരായിരുന്നു, അവരകത്തില്ല. അവർക്ക് മനസ്സിലായി ഈ ഗ്രാമത്തിൽ ഒരു പക്ഷപാതക്കാരനുണ്ട്, നിസ്സഹായനായ ഒരു മനുഷ്യനുണ്ട്. അവന് സൗഖ്യം കൊടുക്കുന്നൊരു യേശു ഇവിടെ ഉണ്ട്. പക്ഷേ അവൻ്റെ വീട്ടുകാർ പോലും അവനെയും കൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. ഞങ്ങൾ പോയി അവനെ കൊണ്ടുവരും. ആരുടെ വിശ്വാസമാണ്? ഈ 4 ആളുകൾ. അവർ ഈ പക്ഷപാതക്കാരനെ അവിടെ നിന്ന് പോയി എടുത്തുകൊണ്ട് വരുന്നു, തോളിൽ ചുമന്നുകൊണ്ട് വരുന്നു, ഈ വീട്ടിലേക്ക് കൊണ്ടിരുന്നു, മേൽപ്പുര പൊളിച്ച് താഴേക്ക് ഇറക്കുന്നു. അവിടെയാണ് സുവിശേഷൻ പറഞ്ഞിരിക്കുന്നത് അവരുടെ വിശ്വാസം കണ്ട് എന്ന്. അവരുടെ വിശ്വാസം കണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് നഷ്ടം സഹിപ്പാൻ സന്നദ്ധതയുള്ള വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറയുന്നത് പ്രവർത്തികളിലൂടെ പ്രകടമാക്കുന്ന വിശ്വാസമാണ്. നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളതാണ്? നഷ്ടം സഹിപ്പാൻ സന്നദ്ധതയുള്ള വിശ്വാസമാണോ? മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സമയം, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ പണം, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ കഴിവുകൾ, ഇതാണ് നഷ്ടം സഹിക്കുക. എല്ലാം എനിക്ക് വേണ്ടി. മലയാളത്തിൽ ഒരു വാക്ക് ശരിയാണോ തെറ്റാണോ എന്നറിയാം, നമ്മളൊക്കെ പറയാറുണ്ട്, അവനവനിസം എന്ന് പറയും. സെൽഫിഷ്നെസ്. ഞാനും എൻ്റെ കുടുംബവും, അത്രയേ ഉള്ളൂ, ബാക്കിയൊന്നും വേണ്ട. ഞാനും എൻ്റെ കുടുംബവും കൂടെ അവിടെ നിൽക്കുക അല്ലേ? ഞാനും എൻ്റെ കുടുംബവും, ഞങ്ങൾ യഹോവയെ സേവിക്കുന്നുള്ളതൊക്കെ അങ്ങ് മറക്കും. ഞാനും എൻ്റെ കുടുംബവും അവിടെ തീരുക. നമ്മുടെ എല്ലാം ഞാൻ ജീവിക്കുന്ന ആർക്ക് വേണ്ടി? എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി. അപ്പുറമായി ഒന്നുമില്ല. എൻ്റെ സമയമാകട്ടെ, എൻ്റെ പണമാകട്ടെ, എൻ്റെ കഴിവുകളാകട്ടെ. നമ്മുടെ അല്പം സമയം ചിലപ്പോൾ ഒരാളുടെ ജീവനെ രക്ഷിക്കാം. നമ്മുടെ അല്പം പണം, ഞാൻ സാധാരണ പറയണം, നമ്മുടെ അല്പം മറ്റുള്ളവർക്ക് വലുതാണ്. ഞാൻ ഈ വിദേശത്ത് പോയിട്ട് വന്നപ്പോൾ അവരിച്ചിരി പണക്കാരാണല്ലോ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ അല്പം ധാരാളം പേർക്ക് വലുതാണ്. നിങ്ങളുടെ അല്പം ധാരാളം പേർക്ക് വലുതാണ്. ഒത്തിരി നിങ്ങൾ കൊടുക്കണ്ട. ലഭിച്ചതിനൊത്തവണ്ണം മാത്രമേ ദൈവം ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് ലഭിച്ചിട്ടുള്ള സമയം, നമുക്ക് ലഭിച്ചിട്ടുള്ള പണം, നമുക്ക് ലഭിച്ചിട്ടുള്ള നമ്മുടെ ആരോഗ്യം ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി. ഇതാണ് ഈ ഭവനത്തിൻ്റെ പ്രത്യേകത. മറ്റുള്ളവർക്ക് വേണ്ടി നഷ്ടം സഹിപ്പാൻ സന്നദ്ധതയുള്ളൊരു ഭവനം, മറ്റുള്ളവർക്ക് വേണ്ടി വിശ്വാസത്തോടെ പ്രവർത്തിക്കുവാൻ സന്നദ്ധതയുള്ളൊരു ഭവനം, അതാണ് ഈ ഭവനത്തിൻ്റെ പ്രത്യേകത. അവസാനമായി ഈ ഭവനത്തെക്കുറിച്ച് പറയാവുന്ന എന്താണെന്നറിയാമോ? ഈ ഭവനം സൗഖ്യം നൽകുന്ന ഒരു ഭവനമായിരുന്നു. എ ഹീലിംഗ് പ്ലേസ്. ഈ ഭവനം സൗഖ്യം നൽകുന്ന ഒരു ഭവനമായിരുന്നു. പക്ഷപാതക്കാരൻ കിടക്കയെടുത്ത് നടക്കാമെന്ന് പറയുമ്പോൾ അവൻ കിടക്കയെടുത്ത് നടക്കുന്നു. എന്നാൽ എൻ്റെ ചിന്തയിൽ അവൻ ഇതുവഴി നടന്നു പോകുമ്പോഴെല്ലാം എവിടേക്ക് നോക്കും? ഈ വീട്ടിലേക്ക് നോക്കും. കാരണം എന്നാ? എനിക്ക് സൗഖ്യം നൽകിയ ഇടം, എനിക്ക് സൗഖ്യം ലഭിച്ച ഇടം. നമ്മുടെ വീടുകൾ സൗഖ്യം നൽകുന്ന ഇടങ്ങളാണോ? നമുക്ക് സൗഖ്യം ലഭിക്കുന്ന ഇടങ്ങളാണോ? മറ്റുള്ളവർക്ക് സൗഖ്യം കൊടുക്കുന്ന ഇടങ്ങളാണോ? കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ, നഴ്സറി പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങളൊക്കെ വൈകുന്നേരം ഈ സ്കൂളിൽ വിടാൻ നോക്കിയിരിക്കുക. എന്താ കാരണം എന്നറിയാമോ? എത്രയും പെട്ടെന്ന് ബെല്ലടിക്കണം. എന്താ കാരണം? വീട്ടിലേക്ക് ഓടി ചെല്ലാൻ ആഗ്രഹിക്കുക. വാരി പുണരുന്ന അമ്മയും അപ്പനോട് നോക്കിയിരിപ്പുണ്ട് അല്ലേ? പപ്പായും മമ്മിയും നോക്കിയിരിക്കുക. കുഞ്ഞ് വരുമ്പോഴേ ബാഗ് വാങ്ങിച്ചിട്ട് കെട്ടി പുണരുകയാണ്, ഹഗ് ചെയ്യുകയാണ്. ആ കുഞ്ഞിന് വേണ്ടത് കൊടുക്കുകയാണ്. കുഞ്ഞിന് സ്നേഹം പകരുന്ന ഒരു കുടുംബമാണ്. അതുകൊണ്ടാണ് കുഞ്ഞ് വീട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. ആ കൊച്ചിലെയുള്ള പ്രായമൊക്കെ കഴിയുമ്പം ഈ ആവേശമൊക്കെ ഇച്ചിരി കുറയും അല്ലേ? കുഞ്ഞായിരിക്കുമ്പോൾ വീട്ടിലേക്ക് വരാൻ വലിയ ആവേശമാണ്. കുറച്ച് പ്രായമൊക്കെ കഴിയുമ്പോൾ വിചാരിക്കുക എത്രയും താമസിച്ച് വീട്ടിലോട്ട് പോയാൽ മതി
എത്രയും താമസിച്ച് വീട്ടിലോട്ട് പോയാൽ മതി. അതിനെക്കുറിച്ച് ചിലരെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, വർക്കഹോളിക്കാന്ന് പറയാറുണ്ട്. ആൽക്കഹോളല്ല, വർക്കഹോളിക്ക്. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വൈകുന്നേരം വരെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ചില പള്ളിയിൽ നിന്ന് മാറാതെ, വീട്ടിൽ ചെല്ലുന്ന എപ്പോഴേലും ചെല്ലും, പള്ളിയിൽ നിന്ന് മാറത്തേ ഇല്ല അല്ലേ. ചിലർ ഓഫീസിൽ നിന്ന് വന്നാലും പോകുന്ന വഴിക്ക് കാപ്പിക്കടയിൽ കയറി ഇങ്ങനെ ഹോട്ടലിൽ കയറി കഴിച്ചുകൊണ്ടേയിരിക്കും. ഒരു ചായ കഴിഞ്ഞു, 2 ചായ കഴിഞ്ഞു, രാത്രിയാവുമ്പോൾ വെയിറ്റർ വന്ന് ലൈറ്റ് ഓഫ് ചെയ്യും. സാറേ സമയമായി കട അടയ്ക്കാൻ. ഇനി കട അടച്ചു കഴിഞ്ഞ് വീട്ടിലോട്ട് പോയാൽ മതിയല്ലോ. ഇനി ചെന്ന് കിടന്നാൽ ഉറങ്ങിയാൽ പോരെയോ? ഭാര്യയോടും വർത്താനം പറയേണ്ട, ഭർത്താവിനോടും വർത്താനം പറയേണ്ട, കുഞ്ഞുങ്ങളോടും വർത്താനം പറയേണ്ട, കിടന്നങ്ങ് ഉറങ്ങിയാൽ മതി. ഉറക്കമാകുമ്പം വിഷമമൊന്നും അറിയത്തില്ല. നമ്മുടെ വീടുകൾ നമുക്കൊരു സൗഖ്യം നൽകുന്ന ഇടങ്ങളാണോ? അമ്മയും അപ്പനും മക്കളും കൂടി ഒരുമിച്ചിരിക്കുന്ന ഒരിടം, അതാണ് സൗഖ്യം. അതാണ് സൗഖ്യം. അതുകൊണ്ടുള്ള കുടുംബം എന്നൊക്കെ പറയുന്ന ഇമ്പം നൽകുന്ന ഒരിടമാണ്. നമ്മുടെ ഭവനങ്ങൾ നമ്മളോട് തന്നെ ചോദിച്ചാട്ട്, നമ്മുടെ ഭവനങ്ങൾ നമുക്ക് സൗഖ്യം നൽകുന്ന കുടുംബങ്ങളാണോ? നമ്മുടെ വീട് നമുക്ക് സൗഖ്യം നൽകുന്ന ഇടങ്ങളാണോ? മറ്റുള്ളവർക്ക് സൗഖ്യം നൽകുന്ന ഇടങ്ങളാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല. ഈ പക്ഷപാതക്കാരൻ പറയും, ഈ വീടാണ് എനിക്ക് സൗഖ്യം നൽകിയത്. നമ്മുടെ വീടുകളിൽ കൂടെ എത്ര പേർക്ക് സൗഖ്യം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ആർക്കെങ്കിലും ഒരു സ്വാന്തന വാക്ക്, ഒരു സ്വാന്തന സ്പർശനം, അല്ലെങ്കിൽ ഒരല്പം സഹായം, സൗഖ്യം നൽകുവാൻ നമ്മുടെ വീട് കഴിഞ്ഞിട്ടുണ്ടോ? ഈ വീട് സൗഖ്യം നൽകുന്ന ഇടമായിരുന്നു. പ്രിയമുള്ളവരെയും, നമ്മുടെ ഭവനങ്ങൾ എങ്ങനെയുള്ളതാണ്? നമ്മുടെ ഭവനങ്ങളെക്കുറിച്ച് നമുക്ക് പറയുവാൻ കഴിയുമോ? എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തെ മഹത്വപ്പെടുന്ന ഭവനങ്ങളായി തീരണമെന്നുണ്ടെങ്കിൽ 4 കൂട്ടം കാര്യങ്ങൾ, 4-5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, ദൈവം ഭവനത്തിലുണ്ട് എന്നുള്ള ശ്രുതി നാടെങ്ങും പരക്കണം. എവരിബഡി ഹേർഡ് ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, എൻ്റെ ഭവനത്തിൽ ദൈവമുണ്ടോ? എൻ്റെ ഭവനത്തിൽ ദൈവമുണ്ട് എന്ന് അയൽവക്കക്കാർ പറയുമോ? 2, എൻ്റെ ഭവനത്തിലൊരു തുറന്ന വാതിലുണ്ടോ? മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, മറ്റുള്ളവരെ ആകർഷിക്കുന്ന, മറ്റുള്ളവരെ കരുതുന്ന, മറ്റുള്ളവർക്ക് ഇടം നൽകുന്ന ഒരു ഭവനമാണോ എൻ്റേത്? ഹോസ്പിറ്റാലിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ? ഒരു ഭവനമാണോ എൻ്റേത്? 3, മറ്റുള്ളവർക്ക് വേണ്ടി നഷ്ടം സഹിപ്പാൻ സന്നദ്ധതയുള്ളൊരു ഭവനമാണോ? നഷ്ടം സഹിപ്പാൻ മേൽപ്പുര പൊളിച്ചു കൊടുക്കുന്ന ഒരു വീട്ടുടയവൻ നമ്മുടെ മേൽപ്പുര പൊളിച്ചു കൊടുക്കും. ഒരാൾക്ക് വേണ്ടി? 2018 വെള്ളപ്പൊക്ക കാലത്ത് എത്രയോ പേരാണ് വീടുകൾ തുറന്നു കൊടുത്ത്. ആർക്കു വേണ്ടി? അവിടെ മതവും ഇല്ല, പണവും ഒരു വിഷയവുമല്ല. 2018 വെള്ളം പൊങ്ങിയപ്പോൾ ഞങ്ങളൊക്കെ ചെങ്ങന്നൂർ നാട്ടുകാരാണ്. ചെങ്ങന്നൂർക്കാരനുഭവിച്ച ബുദ്ധിമുട്ട് പമ്പയാറിൻ്റെ തീരത്തുള്ള വീടുകളാണ്. 1000കണക്കിന് വീടുകൾ വെള്ളം കയറി കഴിഞ്ഞപ്പോൾ എത്രയോ വീടുകൾ തുറന്നിട്ടിരിക്കുകയായിരുന്നു. പോരെ, 2 നില കെട്ടിടം, 3 നില കെട്ടിടങ്ങളുള്ളവർ, ഹിന്ദു എന്നില്ല, മുസ്ലിം എന്നില്ല, പോരെ. ഞങ്ങൾ സഹിക്കാൻ, നഷ്ടം സഹിക്കാൻ സന്നദ്ധതയുള്ളവരാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നഷ്ടം സഹിക്കുമോ? 4, നമ്മുടെ വിശ്വാസത്തിന് കരങ്ങളുണ്ടോ? തോളിൽ ചുമന്നുകൊണ്ട് ഈ പക്ഷപാതക്കാരനെ വന്ന 4 ആളുകളുടെ വിശ്വാസം, നമ്മുടെ വിശ്വാസം കേവലം ആരാധനയിൽ മാത്രം ഒതുങ്ങുന്നതാണോ? അതോ നമ്മുടെ വിശ്വാസം പ്രവൃത്തികളിലൂടെ? 5, നമ്മുടെ ഭവനം സൗഖ്യം നൽകുന്നിടങ്ങളാണോ? നമുക്ക് സൗഖ്യം നൽകുന്നിടങ്ങൾ, മറ്റുള്ളവർക്ക് സൗഖ്യം നൽകുന്നിടങ്ങൾ. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഓൾ ഗ്ലോറിഫൈഡ് ഗോഡ്. നമ്മുടെ ഭവനം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭവനം ദൈവത്തെ മഹത്വപ്പെടുന്ന ഭവനങ്ങളായി തീരുവാൻ ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബ പ്രതിഷ്ഠാ ദിനമായി ഈ ഒരാഴ്ച കൊണ്ടാടുമ്പോൾ നമുക്കൊരു വിചിന്തനത്തിന് സമയമാകട്ടെ. എൻ്റെ ഭവനം എങ്ങനെയുള്ളത്? ദൈവം വസിക്കുന്ന ഭവനമായി തീരുവാൻ, ദൈവത്തെ മഹത്വപ്പെടുന്ന ഭവനമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിനായി ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം.